അള്ളാഹുവിനും വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കാം. അയാളും പടച്ചോനുമായിട്ട് ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളോട് സ്നേഹമല്ല. ഇതാണല്ലോ അതിന്റെ അർത്ഥം. അള്ളാഹ്ക്കും വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അയാളും പടച്ചോനും തമ്മിൽ ഇടഞ്ഞാൽ പിന്നെ അയാളോട് സ്നേഹമല്ല. ഇതാണ് ശരിക്കും ഈമാൻ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. പലർക്കും ഇതറിയില്ല. അപ്പൊ ദീനിനെതിരെ ഞാൻ മഹബത്ത് വെച്ച, ഞാൻ സ്നേഹിച്ച ആള് ദീനിനെതിരെ പറഞ്ഞാൽ ഞാൻ അതിനെ ന്യായീകരിക്കാൻ പോവും. ഇതെന്റെ ഈമാന്റെ കുറവാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലിലുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് പൊരുത്തല്ലാത്തത് എന്റെ മെഹബൂബ് പറഞ്ഞാൽ പിന്നെയും ഞാൻ അവന്റെ മൂടും താങ്ങി നിൽക്കരുത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവനെ അകറ്റി നിർത്താനുള്ള ആർജവം എനിക്ക് വേണം. അതാണ് എന്റെ ഈമാൻ. ഇതാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൽ മുനാഫിഖ് നബി തങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുന്നു. ഹബീബ് തങ്ങളെ ഇതിൽ വല്ലാതെ വേദനിച്ചിരുന്ന ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. വാപ്പന്റെ മോന്റെ ഒക്കെ പേരൊന്നാണ്. ഈ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച ആളാണ്. നല്ല മൂമിനായ മനുഷ്യനാണ്. നേരത്തെ പറഞ്ഞ ഈമാനിന്റെ മധുരം ലഭിച്ച ആളാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പലപ്പോഴും നബി തങ്ങളെ വിമർശിക്കുന്നത്. വാപ്പയിൽ നിന്ന് നബി തങ്ങൾക്കെതിരെയുള്ള വിമർശന സ്വരങ്ങൾ കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നിട്ട്, നബിയെ, എന്റെ വാപ്പ തങ്ങളെ കുറ്റം പറയുന്നുണ്ട്, ഞാൻ എന്റെ വാപ്പയെ കൊന്നുകളയട്ടെ, നിങ്ങൾ എനിക്ക് അനുമതി തരുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിന്റെ വാപ്പയാണത് തൊട്ടുപോകാൻ പാടില്ല. ലാ തഖ്തുൽ അബാക്. കണ്ടോ നിങ്ങൾ, വാപ്പയും മോനും തമ്മിലുള്ള ബന്ധം അള്ളാഹുവിന്റെ ഹബീബ് കാത്തു സൂക്ഷിക്കുന്നത്. നിന്റെ വാപ്പാനെ നീ കൊല്ലേ, അനങ്ങി പോകാൻ പാടില്ല അവിടെ ഇരിക്കുന്നു. ഇങ്ങനെ വാപ്പ എന്നുള്ള നിലക്ക് നല്ല മഹബത്തുണ്ട്. പക്ഷെ വാപ്പാനെ സ്നേഹിച്ചതും പടച്ചോന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പടച്ചോനെതിരെ വാപ്പ നീങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഇളകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു പറയുന്നത് കാണാം. മദീനയിൽ തിരിച്ചു എന്നിട്ട് നമ്മളാണ് മുഹമ്മദിനും ടീമിനും മദീനയിൽ താമസ സ്ഥലം നൽകിയത്, ഭക്ഷണം നൽകിയത്, ഇരിക്കാൻ ഇടം കൊടുത്തത്. അതുകൊണ്ടല്ലേ ഈ ഫിത്നയൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് മുനാഫിക്കീങ്ങൾ അതാ ചെറിയ ഒരു വിഷയം സ്വഹാബത്തിനിടയിൽ ഉണ്ടാകുമ്പോ അത് മുതലെടുത്തിട്ട് മദീനയിൽ തിരിച്ചു ചെന്നിട്ട് മദീനയിലെ സ്വദേശികൾ വിദേശികളെ നാടുകടത്തൂ. ലയുഖ്രിജന്ന മിൻഹൽ അഅസ്സു മിൻഹൽ അദൽ, ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ജുമുഅയിലൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടാവും. ആ സംഭവം ആരോപണം ഉന്നയിച്ച സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. ഈ വിഷയം പുറത്തു വന്നു, വലിയ സംഭവമാണ്. ഞാനത് നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആയത്തിറക്കിയപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പ്രതിയാണ് എന്ന് തിരിഞ്ഞു. സ്വഹാബത്തൊക്കെ ഇങ്ങനെ നിൽക്കുക. മദീനത്തേക്ക് ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. അത് ശരി, അന്തസ്സുള്ളവൻ മദീനയിൽ നിന്ന് സാധുക്കളെ നാടുകടത്തും എന്ന് പറഞ്ഞാൽ മുഹാജിറുകളെ അൻസാറുകൾ നാടുകടത്തും എന്ന് ഇവൻ പറഞ്ഞു നിൽക്കുകയാണ്. അതിന് പൂതിയും വെച്ച് നിൽക്കുകയാണ്. അപ്പോ ഇവൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് സഹാബത്ത് ഇങ്ങനെ ആയത്തിറങ്ങിയതോടുകൂടെ സഹാബത്ത് മുഴുവനും റസൂലുള്ളാഹിന്റെ ഒപ്പായി. എന്നിട്ട് ഇവർ പറഞ്ഞു, ഇങ്ങ് വരട്ടെ, മദീനയിലേക്ക് കടക്കാൻ നമ്മൾ അനുവദിക്കില്ല. ആരാ പറയുന്നത്? അൻസാറുകളും മുഹാജിറുകളും ഒരുമിച്ച്. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൽ മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മകൻ അബ്ദുല്ലാഹ്, അദ്ദേഹം മദീനയുടെ ബൗണ്ടറിയിൽ ഇങ്ങനെ നിന്നിട്ട് അലാ ബാബിൽ മദീന ഗേറ്റിന്റെ അടുത്ത് നിന്ന് മദീന ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, വസ്തല്ല സൈഫഹു, വാൾ ഇങ്ങനെ ഊരിപ്പിടിച്ചിട്ട് എല്ലാരും ഇങ്ങനെ നടന്നു പോകുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള ഇങ്ങനെ തെരഞ്ഞു നോക്കുന്നു, ആരാണ് കടത്തിവിടുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനോട് മകൻ പറഞ്ഞു, മാറി നിൽക്കണം, മദീനയിലേക്ക് ചവിട്ടി പോകരുത്. ആരാ പറയുന്നത്? മകനാ പറയുന്നത് വാപ്പയോട്.
കുറച്ച് അന്തസ്സിലാ പറയുന്നത്. യാഥാർത്ഥ്യമാവാണ്. അനങ്ങിപ്പോകരുത്, മുമ്പോട്ട് കാലി ചവിട്ടിയിട്ടുണ്ടേ നന്നായി വരൂല. അപ്പൊ വാപ്പ പറഞ്ഞു, മാലക് വൈലക്, എന്ത് പറ്റി മോനെ നിനക്ക്? നിന്റെ നാശം, ഞാൻ നിന്റെ തന്തയല്ലടാ, എന്നെ നീ തടയേ, ഇതിന് നിനക്ക് ധൈര്യം വന്നിട്ടുണ്ടടാ. എല്ലാരും ഒരു പക്ഷത്താണ്, അതുകൊണ്ട് എതിർക്കാനൊന്നും വയ്യ, മാന്യമായിട്ട് പറഞ്ഞു നോക്കി. നിന്റെ വാപ്പയായ എന്നെ നീ തടയേ, എന്ത് പറ്റി മോനെ നിനക്ക്? നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം നീ മറന്നുപോയോ? മോൻ പറഞ്ഞു, വല്ലാഹി ലാ തജൂസു മിൻ ഹാഹുനാ. കണ്ടോ, വല്ലാഹി ലാ തജൂസു മിൻ ഹാഹുനാ, ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കഴിയൂല വാപ്പ, അല്ലാഹുവാണ് സത്യം. ഹത്താ യഅ്ദന ലക റസൂലുള്ളാഹി, അള്ളാന്റെ റസൂലിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടുന്ന് പോകാൻ അബ്ദുള്ള അനുവദിക്കൂല. റസൂലുള്ളാഹിനോടുള്ള മഹബത്താണ് ഈ കേൾക്കുന്നത്. ഈമാനിന്റെ മധുരം ഇവർക്ക് ശരിക്കും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കണം. ഫഇന്നഹുൽ അസീസ്, കാരണം റസൂലുള്ളാഹി അന്തസ്സുള്ളവനാണ്. വഅൻത ദലീൽ, നീ നീചനും നികൃഷ്ടനുമാണ്. പാപ്പനോട് പറയാം, നിങ്ങളല്ലേ പറഞ്ഞത് അന്തസ്സുള്ളവരൊക്കെ നീചന്മാരെ പുറത്തിയാടിക്കണം, ഞങ്ങൾ പുറത്തിയാടിക്കാൻ നിൽക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം തന്നാൽ മാത്രം കുഴപ്പമില്ല. അള്ളാന്റെ റസൂല് വന്ന് ഇവിടെ പ്രശ്നമാണോലോ എന്ന് കേട്ടപ്പോൾ ഓടി വന്നു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പറഞ്ഞു, ഫശകാ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നഹു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഒന്നുമില്ലെങ്കിൽ അവന് എന്റെ മോനല്ലേ, ഞാൻ അവന്റെ തന്തയല്ലേ, ഒന്ന് മാനിക്കണ്ടേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ ഫഖാല ഇബ്നുഹു അബ്ദുല്ലാ, അപ്പോഴും ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ മോൻ പറഞ്ഞത്, പാപ്പ അബ്ദുള്ള അല്ല, മോൻ അബ്ദുള്ള പറഞ്ഞ വാക്ക്, വല്ലാഹി യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാപ്പയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ മാറി നിന്നത്. തങ്ങളെ കുറ്റം പറയുന്നത് എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയൂല. നബിയെ, ഇതൊരു സത്യമാണ്, അല്ലാഹുവാണ് സത്യം. യാ റസൂലല്ലാഹ് ലാ യദ്ഖുലുഹാ ഹത്താ തഅ്ദന ലഹു, നിങ്ങൾ അനുവദിച്ചാലല്ലാതെ ഇവൻ അങ്ങോട്ട് കടക്കാൻ ഞാൻ അനുവദിക്കൂല, അത് നടക്കൂല. ഫഅദിന ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ പച്ച വെളിച്ചത്തിൽ മുനാഫിക്കീങ്ങളുടെ ഈ കെട്ട കളികളൊക്കെ പുറത്തു വന്നിട്ടും പിന്നെയും ഇത് വെച്ചു പൊറപ്പിച്ചത്? കാനേഷുമാരി മാപ്പിളാരെ കൊണ്ടും ഉമ്മത്തിന് ചില ഇസ്സത്തുകളുണ്ട്, അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്തു? വരട്ടെ, അവൻ കടന്നുപോയിക്കോട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ദിൽ പറഞ്ഞ മറുപടി, അമ്മാ ഇദാ അദിന ലക റസൂലുള്ളാഹി, അമ്മാ ഇദാ അദിന ലക റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സമ്മതം തന്നെങ്കിൽ ഇനി നീ കടന്നു പോയിക്കോ, ഇനി പാസ് ചെയ്തു പോയിക്കോളൂ, തടസ്സല്ല. അള്ളാന്റെ റസൂൽ സമ്മതം തന്നതുകൊണ്ട് മാത്രം. ഇതാണ് ആൺകുട്ടികളുടെ ഈമാൻ. ഇതാണ് എന്ന് പറഞ്ഞതിന്റെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അവരാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും സ്നേഹിക്കുന്നത്. ഈ സംഭവം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. സഹാബത്തിന്റെ സ്നേഹമാണ്. ഇനി മൂന്നാമത്തത് എന്താ പറഞ്ഞത്? ഈമാൻ നഷ്ടപ്പെടുത്തുക എന്നത്, കുഫ്രിയത്തിലേക്ക് മടങ്ങുക എന്നത്. യക്റഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, കുഫ്രിയത്തിലേക്ക് മടങ്ങുക എന്നതിനെ അവൻ വെറുക്കും. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, തീ കുണ്ടാരത്തിൽ ഇടപെടുന്നതിനെ വെറുക്കുന്നത് പോലെ വെറുക്കും. തീയിലേക്ക് എറിയുന്നതിനെ വെറുക്കുന്നത് പോലെ വെറുക്കും. ഞാൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞതാണ്. സഹാബത്ത് ഉണ്ടായിരുന്നത് എവിടെയെന്നറിയോ നിങ്ങൾ? അതിന്റെ അപ്പുറം. തീയിലേക്ക് ഇടുന്നതിൽ അവർക്ക് വിഷമമുണ്ടാവില്ല, പക്ഷേ കുഫ്രിയത്തിലേക്ക് തിരിച്ചു പോകുന്നത് അവർക്ക് വലിയ വിഷമായി. കുഫ്രിയത്തിലേക്ക് തിരിച്ചു പോകുന്നത് അവർക്ക് വെറുപ്പായിരുന്നു. ഏതിനേക്കാൾ? തീയിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ വെറുപ്പായിരുന്നു.
അൽ-ബിദായത്തു വൻ-നിഹായയിൽ നിന്ന് ഞാനൊരു സംഭവം വായിക്കാം. അസ്വദുൽ അൻസി ലഅനത്തുല്ലാഹി അലൈഹി പ്രവാചകത്വം വാദിച്ചു യമനിൽ വെച്ച്. അങ്ങനെ പ്രവാചകത്വം വാദിച്ചു ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് അങ്ങനെ വാദിച്ചിരുന്നു. അസ്വദുൽ അൻസി വാദിച്ച് കൊണ്ടുവന്നു. അബൂ മുസ്ലിമിൻ അൽ ഖവലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഹാബിയെ പിടിച്ചുകൊണ്ട് ഈ മുഅ്മിനെ കൊണ്ടുവരികയാണ്. ഈ മുഅ്മിനെ പിടിച്ചുകൊണ്ടുവരികയാണ്. അബൂ മുസ്ലിമിൻ അൽ ഖവലാനി റളിയല്ലാഹു അൻഹു ഇദ്ദേഹം മദീനത്തേക്ക് എത്തുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിട്ടുണ്ട്. താബിഈ പണ്ഡിതനാണ്. അബൂ മുസ്ലിമിൻ അൽ ഖവലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു യമനിൽ നിന്ന്. യമൻകാരനാണ്. എന്നിട്ട് ചോദിച്ചു അത്തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അസ്വദുൽ അൻസി അത് നിഷേധിക്കുന്നില്ല. മുഹമ്മദ് പ്രവാചകൻ തന്നെയാണ്. പക്ഷെ മൂപ്പര് അവിടെ മദീനത്തേക്ക് ഇവിടെ ഞാനാണെന്നുള്ളതാണ് വിഷയം. യമനിൽ ഞാനാണ്. അത്തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഖാല നഅം. അബൂ മുസ്ലിമിൻ അൽ ഖവലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. ഉടനെ തന്നെ ചോദിച്ചു അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹി. അത്തശ്ഹദു അന്നീ റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമിൻ അൽ ഖവലാനിക്ക് അറിയാം ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം കൊല്ലും. അതാണ് അവന്റെ പരിപാടി. അപ്പൊ ബഹുമാനപ്പെട്ട ഒരു ചെറിയ കളികൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മാസ് നിങ്ങൾ എന്താ പറയുന്നത് കേൾക്കില്ല. ചെവിക്ക് കുറച്ച് കുറവുണ്ട്. ചെവി കുറച്ച് കുറവുണ്ട്. ശരിക്കും കേൾക്കുന്നില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? വീണ്ടും ആവർത്തിച്ചു മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓ ഉണ്ടല്ലോ. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോഴും ഇദ്ദേഹം ഇതേ സംഗതി തന്നെ പറയും. ഞാൻ കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് എന്താന്ന് കേട്ടെങ്കിലല്ലേ പ്രതികരിക്കുക. അപ്പൊ ചോദിച്ചു അത് ശരി, അത് കേൾക്കണില്ലേ? സൊക്കടെന്താന്ന് ചെവിന്റെ കുറവല്ലാന്ന് കേൾവി കുറവല്ലാന്ന് തിരിഞ്ഞു. മുഹമ്മദ് നബിയാണോ ചോദിക്കുമ്പോഴേക്ക് നീ പറയുന്നുണ്ടല്ലോ അതെ. ഞാൻ റസൂലാണോ ചോദിക്കുമ്പോഴേക്ക് നിനക്ക് ചെവി കേൾക്കുന്നു. ഇതെന്താണോ? രോഗം മനസ്സിലായിട്ടുണ്ട്. ഉടനെ തന്നെ സുബ്ഹാന മൻ ജല്ല ജലാലു പുറത്തുണ്ട്. അടുപ്പിൽ തീയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തിടണം അബൂ മുസ്ലിമിൻ അൽ ഖവലാനിയെ. നിർദ്ദേശം വരുന്നു. സുബ്ഹാന മൻ ജല്ല ജലാലു ആ തീ കത്തിച്ച് റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആളിക്കത്തുന്ന തീ അബൂ മുസ്ലിമിൻ അൽ ഖവലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ എടുത്തിട്ട് ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് അങ്ങെറിഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമിൻ അൽ ഖവലാനി റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് തീക്കുണ്ടാരത്തിന്റെ നടുക്കെഴുന്നേറ്റ് നിന്ന് നൃത്തം വെക്കുകയാണ്. ചാടിക്കളിക്കുക. ഒരു വിഷമവുമില്ല. രോമം പോലും കരുന്നില്ല അബൂ മുസ്ലിമിൻ അൽ ഖവലാനി. ഒരത്ഭുതപ്പെട്ടു. ഇതെന്തോ ഒരു സംഭവം. തീയിലിട്ടിട്ട് കഴിയാത്ത മനുഷ്യനോ? അത്ഭുത മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഉടനെ തന്നെ അസ്വദുൽ അൻസിയോട് ആളുകൾ പറഞ്ഞു പിന്നെ ഇനി പ്രവാചകനാണ് വാദിക്കലും പ്രവാചകത്വ പ്രചരണവും ഒക്കെ പിന്നെ ആദ്യം ഇയാളെ വിടുന്ന ആടുകടന്നു. എന്താ കാരണം? ഇയാൾ ഇവിടെ ഉള്ള കാലത്തുള്ള ഈ പ്രവാചകനാന്ന് ആരും അംഗീകരിക്കില്ല. അല്ലെങ്കിൽ ഇയാൾ നബിയാന്ന് അംഗീകരിക്കും. കാരണം അത്രയും വലിയ അത്ഭുതമാണ് ഇയാൾ കാണിച്ചത്. ഇനി ഇയാൾ നബിയാന്ന് പറഞ്ഞാൽ ആളൊപ്പം നിന്നേക്കാം. നിങ്ങളുടെ പ്രവാചകത്വം അംഗീകരിക്കാൻ ലോകത്താളെ കിട്ടില്ല. പറഞ്ഞു കൊടുത്തത് നോക്ക് നിങ്ങൾ. ഈ മനുഷ്യനെ ഇനിയും ഈ ബിലാദിക്ക നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ വെച്ചേക്കുകയാണെങ്കിൽ ഈ നാട് തന്നെ നിങ്ങൾക്കെതിരെ ഇളക്കി വിടാൻ ഇയാൾക്ക് കഴിയും. അത്രയും വലിയ അത്ഭുതമാണ് ഇയാൾ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു? അസ്വദുൽ അൻസി പറഞ്ഞു പിന്നെ ഞാൻ നിന്നോട് തോറ്റു.
നീ ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ദയവ് ചെയ്ത് കാര്യം ചെയ്യണം. നീ ഇവിടുന്ന് നാട് കടക്കും, നീ ഇവിടുന്ന് പോയി തരും എന്നൊരു വാക്ക് തരികയാണെങ്കിൽ ഇനി നിന്നെ ഉപദ്രവിക്കാനോ ഒന്നുമില്ല. മഹാനവറുകൾ പറഞ്ഞു, എന്റെ ഭാഗം ക്ലിയർ ആയല്ലോ, ഞാൻ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ, ഞാൻ പറയുന്നത് സത്യമാണ്, ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഇനി പോയാലെന്താ? അങ്ങനെ ഫഖദിമൽ മദീന, മദീനയിലേക്ക് നടന്നു. വഖദ് ഖുബിദ റസൂലുള്ളാഹി, മദീനയിലേക്ക് എത്തുമ്പോഴേക്കും മുത്തുനബി വഫാത്തായി. വസ്തഖലഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടിട്ടുണ്ട്. മദീനയിലേക്ക് എത്തിയപ്പോഴേക്കും അങ്ങനെ വന്നു യമൻകാരനായ ഈ വിദേശി മദീനയിലെത്തിയിട്ട് ഫഖാമ ഇലാ സാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദി യുസല്ലി, മസ്ജിദുൻ നബവിയിലെ ഒരു തൂണിന്റെ അടുത്ത് വന്നു നിന്നുകൊണ്ട് നിസ്കരിക്കുന്നു. ഫബസുറ ബിഹി ഉമറു, ഉമറിന്റെ കാഴ്ചയിൽ ഈ മനുഷ്യൻ പെട്ടു. ഇയാളാരും അറിയാതെ വന്നിട്ട് ഒരു തൂണിന്റെ മറവിൽ ഒരു യാത്രക്കാരനെ പോലെ, ഒരു മുസാഫിറിനെ പോലെ, ഒരു വിദേശിയെ പോലെ അവിടെ വന്ന് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അറിയാത്ത ഒരാള് നമ്മളുണ്ടല്ലോ നാട്ടിൽ ജമാഅത്തിനൊക്കെ കൂടുമ്പോ അറിയാത്ത ഒരാളെ കാണുമ്പോ, അന്നാട്ടുകാരനല്ലാത്ത ഒരാളെ കാണുമ്പോ ഇയാൾ എടുത്തുതരണമെന്ന് ചോദിക്കുമല്ലോ. മനുഷ്യത്തുള്ളവരൊക്കെ ഒന്ന് അന്വേഷിക്കും, അയാൾക്ക് എന്താ വേണ്ടത് എങ്കിൽ ചെയ്തു കൊടുക്കും, അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാം. ഇയാള് എടുത്തുതരണമാണ്, ഇയാളാണ് കാണാത്ത ആളാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിനൽ യമൻ, ഞാൻ യമനിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴേക്ക് യമനിൽ ഈ സംഭവം നടന്നത് കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ട് എല്ലായിടത്തേക്കും. ഈ വാർത്ത പടർന്നു. മദീനയിൽ ഈ വാർത്ത എത്തിയിരിക്കുന്നു. യമനിൽ ഒരു മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട്, ആ ഈമാനിൽ ഉറച്ചു നിന്നതുകൊണ്ട്, അസ്വദുൽ അൻസി എന്ന കള്ളപ്രവാചകനെ നിഷേധിച്ചതുകൊണ്ട് ഈ കുണ്ടാരത്തിലേക്ക് എടുത്തിട്ടിട്ട് ഒരു രോഗം പോലും കരിയാത്ത ഒരു വലിയ യമനിൽ ഉണ്ട് എന്ന വാർത്ത ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. യമനിൽ നിന്നാണ് കേട്ടപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിസ്വാഹിബിന അല്ലദീ ഹുർരിഖ ബിന്നാർ ഫലം തുലമഹു. പിന്നെ ആ തീയിലിട്ടിട്ട് കരിയാത്ത മനുഷ്യന്റെ കഥ എന്താന്ന് അയാളിപ്പോ എന്തായിട്ടുണ്ട്? കക്ഷി ഇതാണ്, ഇതറിയില്ലല്ലോ. യമനിൽ നിന്നാന്ന് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ യമനിൽ ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി എന്ന് പറഞ്ഞു. അയാളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട പറഞ്ഞു, അത് അബ്ദുല്ലാഹി ഇബ്നു അയ്യൂബ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അബൂ മുസ്ലിമിൻ അൽ ഖവലാനി എന്ന് പറഞ്ഞത് ഇയാളുടെ ഓമന പേരാ. സാക്ഷാൽ പേര് അബ്ദുല്ലാഹി ഇബ്നു അയ്യൂബ്. അബ്ദുല്ലാഹി ഇബ്നു അയ്യൂബ് അത് പറഞ്ഞിട്ട് ഇയാൾ നിർത്തി. പിന്നെ കൂടുതൽ വർത്താനൊന്നുമില്ല. നേരെ മറിച്ച് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടുവന്നതാണെങ്കിൽ എന്തൊക്കെ പറയും, ആ സാഹസിൽ ഞാനുണ്ടായിരുന്നു, ശരിയാണ്, അയാൾക്കൊന്നും പറ്റിയില്ല, എല്ലാരും നാണം കെട്ടുപോയി, അദ്ദേഹത്തെ നാട് കടത്തിവിടാൻ തീരുമാനിച്ചു, അങ്ങനെ എന്തെല്ലാം വർത്താനങ്ങൾ അവിടെ പറയാനുണ്ട്. ഒന്നും പറയുന്നില്ല. ഇയാൾ ഒറ്റ വാക്കിൽ അവസാനിക്കും, മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല, സുഖാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഇയാൾ എന്താ അയാളെ കുറിച്ച് കൂടുതൽ വാചാലനാകാത്തത്, ഇയാളെങ്ങാനും ആവോ ആള്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇയാളുടെ മുഖത്ത് നോക്കിയത് വായിച്ചെടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ വ്യക്തി നിങ്ങളാണോ? ആ വ്യക്തി നിങ്ങളെങ്ങാനും ആണോ? നിങ്ങളുടെ കോലം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, നിങ്ങളുടെ ഈ ഒരു ഇത് അവതരിപ്പിക്കാനുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് നിങ്ങളാണോ എന്ന് തോന്നുന്നു. ഇനി കളവ് പറയാൻ പറ്റൂലല്ലോ. അതെ, ഉറപ്പിച്ച് തറപ്പിച്ചെന്ന് പറഞ്ഞു. പറയുന്ന ഉത്തരത്തിൽ നല്ല ഉറപ്പുണ്ടാകുമ്പോ അറബികൾ അതിന്റെ മുമ്പ് ഒരു അല്ലാഹുമ്മ പറയും. ഇത് നമ്മൾ മലയാളത്തിൽ ചിലപ്പൊക്കെ പറയും. അത് അള്ളാഹിനെ വിളിക്കലല്ല, സത്യത്തിൽ അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ടുള്ള വിളിയല്ല. അതായത് ഒരു ഉറപ്പ് കിട്ടണം ഈ പറയുന്നതിൽ ഒരു ഉറപ്പ്. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ നമുക്ക് ആ പരിചയമുള്ള ഒരാളെ കാണുമ്പോ കുറെ കാലമായിട്ട് കണ്ട് പിരിഞ്ഞു, ഇപ്പൊ കാണുമ്പോ അയാൾ അറിയാമെന്ന് വെക്കുമ്പോ പടച്ചോനെ അറിയാതെ എന്ന് പറയാം. അത് പടച്ചോനെ വിളിക്കല്ല, പടച്ചോനെ സാക്ഷിയാക്കിയിട്ട് അറിയുന്നു എന്നതുപോലുള്ള ഒരു പ്രയോഗം. അത് അല്ലാഹുമ്മ പടച്ചോനെ, അതെ ഞാൻ തന്നെയാണ് ആള്, അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പടച്ചോനെ എന്ന് വിളിച്ചതല്ല. അല്ലാഹുമ്മ നഅം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഫഖബ്ബല മാ ബൈന ഐനൈഹി,
റളിയല്ലാഹുവിനോട് തന്നെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വഹാബത്തിനിടയിൽ നിന്ന് ഈ മനുഷ്യനെ പിടിച്ചിട്ട് അയാളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു. ഫഖബ്ബല മാ ബൈന ഐനൈഹി, അയാളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചിട്ട് സുമ്മ ജാഅ ബിഹി, അയാളുടെ കയ്യും പിടിച്ച് കൊണ്ടുവന്നിട്ട് ഹത്താ അജ്ലസഹു ബൈനഹു വ ബൈന അബീ ബക്കറിൻ സിദ്ദീഖ്, ഒന്നാം സഫിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഇരിക്കുന്നത്. സിദ്ദീഖിന്റെയും ഉമറിന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സിദ്ദീഖിന്റെ തൊട്ടടുത്ത് ഉമറായിരിക്കാറുള്ളത്. ആ സീറ്റ് ആർക്ക് കൊടുത്തു? ഈ മനുഷ്യന് കൊടുത്തു. അതിന്റെ ഇടയിൽ ഇരിക്കുന്നതിന്റെ അർത്ഥമാണല്ലോ. സിദ്ദീഖിന്റെ ഉമറിന്റെ സീറ്റ് ഉമർ റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, ജനങ്ങളെ മുഴുവൻ സാക്ഷിയാക്കിയിട്ട് ഈ മനുഷ്യനോടുള്ള സന്തോഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അറാനി ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫഇല ബിഹി കമാ ഫഇല ബി ഇബ്രാഹീമ ഖലീലിർ റഹ്മാൻ. അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി, എന്നെ മരിപ്പിക്കാത്ത റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ഹത്താ അറാനി, എന്നെ കാണിപ്പിക്കുന്നത് വരെ നീ മരിച്ചില്ലല്ലോ, എനിക്ക് ഈ കാണിച്ചു തന്നല്ലോ മരിക്കുന്നതിന്റെ മുമ്പ്. ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഉമ്മത്തിനെ മൻ ഫഅല ബിഹി കമാ ഫഅല ബി ഇബ്രാഹീം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാമിനെ കൊണ്ട് ചെയ്തതുപോലെ ഉമ്മത്ത് മുഹമ്മദിയയിലെ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്തത്, ഒരു ശിഷ്യനെ കൊണ്ട് ചെയ്തത്, ഒരു മുഹിബ്ബിനെ കൊണ്ട് ആശിഖിനെ കൊണ്ട് ചെയ്തത് എനിക്ക് നീ കാണിപ്പിച്ചു തന്നല്ലോ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഉമ്മത്ത് മുഹമ്മദിയയിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ പവറുള്ള ഒരു മനുഷ്യനെ നീ കാണിച്ചു തന്നല്ലോ. ഇബ്രാഹിം നബിയെ നമ്രൂദ് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞു. നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞു. ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല. അതല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാഠം? ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ലായിരുന്നു. ചിന്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പവറുള്ള ഒരാളെ ഉമ്മത്ത് മുഹമ്മദിയിൽ നിന്ന് എനിക്ക് കാണിച്ചു തരുന്നത് വരെ എന്നെ നീ മരിപ്പിച്ചില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്നത്, ഈമാൻ നഷ്ടപ്പെടുത്തി കുഫറിലേക്ക് പോകുന്നത് അതിനേക്കാൾ വലിയ വിഷയമായിട്ടാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ കണ്ടിരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയാം. അതിന്റെ മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം. നമ്മളിവിടെ മൗലിദ് ഓതിയിട്ട് നടത്തുന്ന പ്രാർത്ഥന, ഇന്നൊക്കെ പറഞ്ഞ പരാതികൾക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണക്കും കയ്യുമില്ല എന്ന് പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ്. ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. ഇന്നൊക്കെ ഒരുപാട് കേസുകൾ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞത് എടുത്തെല്ലാം പറയാൻ കഴിയില്ല, കാരണം ഓർമ്മയിൽ നിന്ന് കുറെ പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന വേദനകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. പടച്ചോൻ ഇതിന് തീരുമാനം. ഈ സദസ്സുകൊണ്ട് അത് വിജയിപ്പിച്ചത് നാളത്തെ സദസ്സിൽ ദുആ ചെയ്ത് പിരിയുന്നതോടുകൂടെ നാളെ ഇവിടെ അവതരിപ്പിക്കാനുള്ളത് നരകവും സ്വർഗവുമാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടും കൂടെ ഒറ്റ ദിവസം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുക. കഴിഞ്ഞ 6 വർഷവും നരകവും സ്വർഗവും ടച്ച് ചെയ്യാത്ത ഒരൊറ്റ പ്രഭാഷണവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് നാളെ വരാൻ പോകുന്നത് തീർത്തും പുതുമകളുള്ള രൂപത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വർഗവും നരകവും ചെറുതായൊന്ന് അവതരിപ്പിക്കും. ശരിക്ക് അത് കേട്ടാ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ മോഹിച്ചു പോകും സ്വർഗം കിട്ടാൻ, നമ്മൾ ഭയന്നു പോകും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അൽഹംദുലില്ലാഹ്. ആ ഒരു അവസ്ഥ 10ാമത്തെ ദിവസം കിട്ടി പിരിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാവരും. എന്നിട്ട് ആ ഒരു ഇഖ്ലാസിൽ നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്യാനും കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധിപ്പിച്ചു തരട്ടെ. തുടങ്ങാം. والسلام على الرسول الشفيع الأبطال والحبيب العربي أنت تدخل بين
البدور والواشرف منه يا سيدي غير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي غير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي أنت مغنينا ودا من شفاعتك الصفا من لنا مثلك يا سيدي غير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي ارتكبت على الخطا غير أسر وعذاب لك أشكو فيا سيدي غير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي إننا نرجو إلى فوز هولك للهتاف يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي الشفاعة هب لنا في القيامة والشفاعة وهب لنا الله يا سيدي خير النبي الصلاة على النبي والسلام على النبي الصلاة على النبي كل وقت دائما لا ننجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطال والحبيب العربي الحمد لله നല്ല ഒരു സദസ്സ് അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ഒരുപോലെ മനസ്സറിഞ്ഞ് മൗലിദ് ചൊല്ലിയ ഒരു സദസ്സ്. റഹ്മാനായ റബ്ബേ, നീ എല്ലാ നിലക്കും ഈ സദസ്സിനെ നീ ഖബൂലാക്കണേ. ഈ സദസ്സിനെ നീ ഖബൂലാക്കണേ. ഈ സദസ്സിനെ നീ ഖബൂലാക്കണേ. ഇരുന്നോളി. الحمدلله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا رب. ഒരുപാട് ആളുകൾ ഞങ്ങൾ വിവിധ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും തിരുനബിയുടെ മഹബത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതില്ലാത്ത ഒരു ചർച്ച ഇവിടെ നടന്നിട്ടില്ല. അല്ലാഹുവേ, ഹബീബിന്റെ ബർക്കത്ത് ഈ സദസ്സിന് ഇജാബത്ത് കിട്ടുമെന്ന ഉറപ്പോടെ
നേറുന്ന വിഷയങ്ങൾ, ഓരോരുത്തരുടെ വിഷയങ്ങൾ, കേസിൽ കുടുങ്ങിക്കിടക്കുന്നവർ, കുടുംബകലഹം കൊണ്ട് വിഷമിക്കുന്നവർ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവർ, ഭർത്താവിന്റെ കാര്യത്തിൽ വിഷമിക്കുന്നവർ, ഭർത്താവിന്റെ ഉദ്ദേശത്തിൽ വിഷമിക്കുന്നവർ, സ്വഭാവദോഷത്തെ കുറിച്ച് വിഷമിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ തിരിച്ച് ഭാര്യമാരുടെ കാര്യങ്ങൾ ശരിയായി കിട്ടാൻ പറഞ്ഞവര്, അതേ രൂപത്തിൽ തന്നെയാണ് അയൽക്കാരെ കൊണ്ട് ശല്യം അതൊന്ന് അവസാനിച്ച് കിട്ടാൻ, വഴി ശരിപ്പെട്ട് കിട്ടാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഞാൻ പറയുന്നത് കുറെ കാര്യങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പലതും ആവർത്തനങ്ങളാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതേ സമയം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരുടെ അസുഖം സുഖപ്പെട്ട് കിട്ടണമെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ ഉമ്മക്കും വാപ്പക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു സഹോദരൻ വരുമ്പോൾ എന്നെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ പലരും അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് ദുആ ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയെങ്കിലും വിഷമിക്കണ്ട. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഇരുന്ന് എല്ലാ കൊല്ലവും ചെയ്യുന്നത് പോലെ അന്തത്തൊരു അവസാനത്തിലേക്ക് മാറ്റി അത് ചൊല്ലി ഉടനെ ദുആ ചെയ്തിട്ട് വേണം നമുക്ക് പിരിയാൻ. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. പടച്ചോനെ, കുടുംബത്തിൽ ഏക ആൺതരിയായ SSF പ്രവർത്തകൻ വയറിന് അസുഖം ബാധിച്ച് ഓപ്പറേഷൻ നടത്തി, രോഗത്തിന് ഭേദമില്ല, ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇന്ന് ഇവിടെ വരുമ്പോ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആശുപത്രിയിലാണ്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ വിഷമിപ്പിക്കരുത് അല്ലാ. ഇന്നലെ ഇവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സഹോദരൻ, അദ്ദേഹം ആക്സിഡന്റിൽ പെട്ടു. നമുക്ക് ബന്ധപ്പെട്ടയാളാണ്. അദ്ദേഹം ഇപ്പോഴും സദസ്സിലുണ്ടാകും. അദ്ദേഹത്തിന്റെ മരുമകനാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് പോകുകയായിരുന്നു. ഒരു സ്കൂൾ അധ്യാപകനാണ്. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തിന് നീ ശിഫ നൽകണേ അല്ലാ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ, എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാ. ചെറിയ ഒരു എല്ലിന് പൊട്ടുകുടുങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ അല്ലാ. അതിന്റെ മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരാളുടെ മകന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാര്യമായ വലിയ അപകടമാണ്, പക്ഷെ സാരമില്ലാതെ പോയി. റഹ്മാനായ റബ്ബേ, എല്ലാ വലുതും ഞങ്ങളിൽ നിന്ന് നീ തട്ടിക്കളയണേ അല്ലാ. എല്ലാ വലിയ അപകടങ്ങളും ഞങ്ങളിൽ നിന്ന് നീ തട്ടി മാറ്റണേ അല്ലാ. ആ SSLCക്ക് പഠിക്കുന്ന കുഞ്ഞ് റബ്ബേ, അതിന്റെ പരീക്ഷയ്ക്കും പഠനത്തിനൊന്നും ചെറിയ ചെറിയ അസുഖങ്ങൾ ചെറുതേ ഉള്ളൂ, അത് നീ തടസ്സമാക്കരുത് റഹ്മാനെ. വേഗം ശിഫയാക്കണേ അല്ലാ. വിദേശത്ത് നിന്ന് മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ്, അതുപോലെ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ, ക്ഷമ കിട്ടാൻ, മക്കള് നന്നായി കിട്ടാൻ ഒക്കെ ദുആ ചെയ്യണം എന്ന് ആ സഹോദരി പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, നല്ല കാശും ഒക്കെ നല്ല നല്ല സംഭാവനകൾ, ഞാൻ ഓരോരുത്തരുടേതായി പറയുന്നില്ല, വലിയ സംഭാവനകൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ആ ഭർത്താവിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള് തുടങ്ങിയവരുടെ പരലോകം നന്നാവാൻ അല്ലാഹുവേ, ആരൊക്കെയാണോ മരണപ്പെട്ടു പോയത് അവരുടെ ഖബറിടം നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് അത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. SSLC പരീക്ഷയിൽ വിജയിക്കാൻ അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും ഒക്കെ അവരുടെ മക്കൾക്കും ഒക്കെ നീ SSLC പരീക്ഷയിൽ നല്ല വിജയം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ദാമ്പത്യ ജീവിതത്തിലെ സംതൃപ്തിക്ക് വേണ്ടി അല്ലാഹുവേ, കുടുംബ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ എല്ലാം പൊളിയും. റഹ്മാനായ റബ്ബേ, നീ സംതൃപ്തി നൽകണേ അല്ലാ. മക്കള് നന്നാവാൻ അല്ലാഹുവേ, മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. വർഷങ്ങളായി ഊരവേദന, കാൽവേദന തുടങ്ങിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ഒരു വീടുണ്ടാവാൻ ആഗ്രഹിക്കുന്നവര് പടച്ചവനെ, നീ അവർക്കത് നൽകണം റഹ്മാനെ, അവർക്കത് നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ബന്ധപ്പെട്ടവരുടെ മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ അല്ലാഹുവേ, ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ.
ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പല ആലോചനകളും വന്നിട്ടും ശരിയാവാത്ത മക്കളുടെ വിവാഹം ശരിയാവാൻ പടച്ചവനെ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. കഴുത്തിന്റെ താഴെ അനക്കമില്ലാതെ 15 മാസമായി കിടപ്പിലായ രോഗി പടച്ചവനെ ഞങ്ങൾ ദുആ ചെയ്തിട്ട് റഹ്മാനായ റബ്ബേ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് തീരെ ചലനമില്ലാത്തവർക്ക് നീ ചലനം കൊടുത്തിട്ടുണ്ടല്ലാഹ്. ആമീനിന്റെ ബറക്കത്ത് മാത്രം പടച്ചവനെ നീ എണീപ്പിക്കണേ റഹ്മാനെ. ഈ സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും പടച്ചവനെ അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ശരീരത്തിന് ബലം നൽകണേ അല്ലാഹ്. ശരീരത്തിന് ബലം നൽകണേ അല്ലാഹ്. അപകടത്തിൽപ്പെട്ട് വർഷങ്ങളായി കിടപ്പിലായ സഹോദരൻ പടച്ചവനെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങളുടെ ഒക്കെ മോഹമാണ്. നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യമുണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവേ നീ നന്നാക്കി കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ വാപ്പക്കും ഉമ്മക്കും വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളുമാക്കി മാറ്റല്ല റഹ്മാനെ. നിന്റെ ഖദർ ഖലാഇൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണം റഹ്മാനെ. ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ ആർക്കൊക്കെ എന്തൊക്കെ കുറവുകളുണ്ടോ അത് മുഴുവനും നീ നികത്തി കൊടുക്കണം റഹ്മാനെ. പല കാരണങ്ങളാലും വിവാഹം ശരിയാവാത്തവർക്ക് അത് നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. മാനസിക രോഗം, ശാരീരിക രോഗങ്ങൾ റബ്ബേ എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. മകന്റെ മദ്യപാനം ഒഴിവായി കിട്ടാൻ എത്ര വിഷമിച്ചിട്ടുണ്ടാകുക കുടുംബം പടച്ചവനെ. ഞങ്ങൾ ഈ ദുആ ചെയ്യുന്നത് കേട്ടിട്ടെങ്കിലും ഇവിടെ ദ്വാരപ്പിക്കുന്നത് കേട്ടിട്ടെങ്കിലും ഏതൊക്കെ മക്കളാണോ മദ്യപിക്കുന്നത് അവർ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അകലെ നിന്നെങ്കിലും കേൾക്കുന്നവരാരെങ്കിലും ഉണ്ട്. എന്റെ വാപ്പയും ഉമ്മയും ഈ കോലത്തിൽ കഷ്ടപ്പെടുന്നല്ലോ, മനസ്സ് വേദനിക്കുന്നല്ലോ റബ്ബേ. ഞാനൊന്ന് മാറട്ടെ, മാറ്റി കൊടുക്കണം റഹ്മാനെ. നീ മാറ്റണേ റഹ്മാനെ. മദ്യപാനത്തിൽ നിന്ന് അവരെ നീ ഒഴിവാക്കി കൊടുക്കണേ റഹ്മാനെ. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും സന്താനമില്ലാത്തവർ അവർക്ക് മക്കളെ നൽകണം റഹ്മാനെ. ആൺമക്കളില്ലാത്തവർക്ക് അത് നൽകണേ റഹ്മാനെ. പെൺമക്കളില്ലാത്തവർക്ക് അത് നൽകണേ റഹ്മാനെ. പെൺമക്കളില്ലാത്തവർക്ക് അത് നൽകണേ റഹ്മാനെ. നാവിൽ പുല്ല്, ക്യാൻസർ, ഹാർട്ട് രോഗം തുടങ്ങിയ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണം റഹ്മാനെ. ഭർത്താവ് വിദ്യാർത്ഥുകാരനാണ് റബ്ബേ നീ മനസ്സിന് മാറ്റം നൽകണം റഹ്മാനെ. ആ സഹോദരിക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ. ക്ഷമ നൽകണം അല്ലാഹ്. സഹോദരിയുടെ ഭർത്താവിന് ഈമാനിലൂടെ മുന്നേറാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ കെട്ട വിശ്വാസങ്ങളിൽ നിന്ന് തിരിച്ചു നടക്കാനുള്ള നല്ല മഹാഭാഗ്യം നൽകണം റഹ്മാനെ. ഹാഫിളായ മകന് വേണ്ടി ഓർമ്മശക്തിക്ക് ദുആ ചെയ്യാൻ പടച്ചവനെ നീ ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. സുഖപ്രസവം നൽകണേ അല്ലാഹ്. 2 വയസ്സായ മകൾ കരയുന്ന സമയത്ത് പലപ്പോഴും ശ്വാസതടസ്സം നേരിടുന്നു. അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ട എസ്എസ്എഫ് പ്രവർത്തകന് റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. കടം വീടാൻ പടച്ചവനെ ഞങ്ങളുടെയും അവരുടെയും ഒക്കെ കടം നിന്നെ കണ്ടു വാങ്ങിയതാണ്, നീ വീട്ടിൽ തരണം അല്ലാഹ്. ശ്വാസം മുട്ട്, ഷുഗർ, തലവേദന, ഛർദി, കണ്ണിന്റെ കാഴ്ചക്കുറവ് റബ്ബേ എല്ലാം നീ ശരിയാക്കി തരണേ അല്ലാഹ്. എല്ലാം ശിഫയാക്കണേ അല്ലാഹ്. അറിയാതെ മൂത്രം പോകുന്നു റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഹജ്ജ് ഉംറക്ക് പ്രത്യേകം തൗഫീഖ് ലഭിക്കാൻ പടച്ചവനെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടായി കിട്ടാൻ ഞങ്ങളുടെ ഒക്കെ ആവശ്യമാണ് പടച്ചവനെ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. നിന്നെ ആലോചിച്ച് ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വേദന. റബ്ബേ എന്തിനധികം അങ്ങോട്ടും പോകണം. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് നിസ്കരിച്ചതുപോലെ ഒരു റക്അത്ത് നിസ്കരിക്കാൻ, താജുൽ ഉലമ നിസ്കരിച്ചതുപോലെ ഒരു റക്അത്ത് നിസ്കരിക്കാൻ ഈ സാധുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. റബ്ബേ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിന് മാറ്റം നൽകണേ അല്ലാഹ്. കോടതി കേസ് തീർന്നു കിട്ടാൻ റബ്ബേ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്.
വെറുതെ ആവശ്യമില്ലാതെ കെട്ടിച്ചുറ്റി സമയം മുഴുവനും നഷ്ടപ്പെടുന്ന അവസ്ഥ റബ്ബേ നീ തീർത്തു കൊടുക്കണേ അല്ലാഹുവേ ഭർത്താവ് നിസ്കരിച്ചിട്ടാൽ ഒക്കെ ദുആ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ പഠിച്ചവനെ ഞങ്ങൾക്കാർക്കും നീ വരുത്തില്ല പഠിച്ചവനെ ആ ഭർത്താവിന് നീ നല്ല മനസ്സ് കൊടുക്കല്ലാ നിന്റെ മുമ്പിൽ കുമ്പിടണമെന്ന് കരുതുന്നത് ആഖിറം രക്ഷപ്പെടാനാണ് പഠിച്ചവനെ ആഖിറം രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ ഒരു സഹോദരി ഒരു ഭാഗം കുഴഞ്ഞ് ഐസിയുവിലാണ് പഠിച്ചവനെ നീ ശിഫ നൽകണേ അല്ലാ ശരീരത്തിന് ബലം നൽകണേ അല്ലാ റഹ്മാനിയായ റബ്ബേ അയൽവാസികളുടെ പീഡനത്താൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ആരൊക്കെയാണോ ഇത്തരം ദുൽമ ചെയ്യുന്നത് അവരുടെ ദുൽമ നീ അവസാനിപ്പിക്കണം റഹ്മാനെ അതിൽ വേദന അനുഭവിക്കുന്നവർക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ നീ സമാധാനം നൽകണം റഹ്മാനെ അവർക്കൊക്കെ നല്ല മനസ്സ് വാലിമീങ്ങളുടെ മനസ്സ് നന്നാക്കി കൊടുക്കണമല്ല അക്രമികളുടെ മനസ്സ് നന്നാക്കി കൊടുക്കണമല്ല മരുമകൻ രോഗം സുഖപ്പെടാൻ ദുആ ചെയ്യണം മരുമകന്റെ രോഗം സുഖപ്പെടാൻ പടച്ചവനെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ പടച്ചവനെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ അർഹമർ റഹീമായ റബ്ബേ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ പടച്ചവനെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആണും പെണ്ണും എല്ലാവരും ഇന്നലെ സഹോദരൻ എന്നോട് പറഞ്ഞു ഈ അന്തത്വത്തിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻദാഅയാ സയ്യിദി ഖൈറൻ നബി നബിയെ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഓശാരമായി നൽകണം വെറുതെ നൽകണം നബിയെ ഞങ്ങളോട് ശഫഖത്ത് കാണിച്ച് സ്നേഹം കാണിച്ച് നൽകിയേ പറ്റൂ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് കിട്ടാതെ പോയാൽ ഞങ്ങളുടെ നഷ്ടമേ സങ്കടമേ ഈ ശഫാഅത്ത് ഞങ്ങൾക്ക് പാടായി പോയാൽ ലായിയായി പോയാൽ നഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സങ്കടം കണ്ടവരില്ല യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞ് ഇവിടെ ഉബൈദ് എന്ന മട്ടത്തിൽ ഇങ്ങനെ പാടും സദസ്സിൽ പൊട്ടിക്കരയുന്ന ശ്രോതാക്കളുണ്ട് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ നീ കബൂലാക്കണേ അല്ലാ മുത്തുനബിയോടുള്ള മുഹബ്ബത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നൽകണേ അല്ലാ പടച്ചവനെ അർഹമർ റഹീമായ റബ്ബേ ആ വരികളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഈമാൻ ഉള്ളവർക്ക് അവരുടെ മനസ്സിന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രോമാഞ്ചം ഉണ്ടാകും അവരുടെ മനസ്സ് എടുത്ത് പിടിക്കും അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാൻ ഏറ്റിത്തരണേ അല്ലാ ഞങ്ങളുടെ ഈമാൻ ഏറ്റിത്തരണേ അല്ലാ വളരെ ആത്മാർത്ഥതയോടുകൂടെയാണ് ജനങ്ങൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ നീണ്ട കാലം ഇത് തുടർന്നു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ പെട്ടെന്നുള്ള മരണം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് അല്ലാ രോഗങ്ങൾ നൽകി പരീക്ഷിക്കരുത് അല്ലാ ഈ വരുന്നവർക്കൊക്കെ ആഫിയത്ത് നിലനിർത്തണേ അല്ലാ കുടുംബത്തിലും സമ്പത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ റബ്ബേ ദുനിയാവും ആഖിറവും നന്നാക്കി തരണേ അല്ലാ ഒരു ഉപ്പാപ്പ വന്നിട്ട് പറഞ്ഞു ദുനിയാവും ആഖിറവും കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കൊടുത്ത കവർ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അർഹമർ റഹീമായ റബ്ബേ ആഖിറം വലിയ സംഭവമാണ് ദുനിയാവിനെ എങ്ങനെയൊക്കെയാണെങ്കിലും നാളെ പറയാൻ പോകുന്ന ആഖിറം അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടും അല്ലാ ആ നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ ആ സ്വർഗം ഞങ്ങൾക്ക് നീ തരാതെ പോകരുത് അല്ലാ ഞങ്ങൾക്ക് നീ അത് തരണം റഹ്മാനെ ഞങ്ങൾ അർഹരല്ലെങ്കിലും ചോദിക്കാമല്ലാ ഞങ്ങൾക്ക് നരകം സഹിക്കാനുള്ള കരുത്ത് പോരാവുക ഞങ്ങളെ സഹായിക്കണേ അല്ലാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം സഹായിക്കു വേണ്ടി ഇന്നലെ തരാൻ കഴിയാത്തത് ഇന്ന് കൊടുക്കണമെന്ന് പറഞ്ഞതാണ് അത് കൊടുക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദർശമാണ് പ്രധാനം ഈമാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ മൂന്ന് കാര്യങ്ങൾ അത് മൂന്നിന് ഉദാഹരണവും നമ്മൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിക്കുമ്പോഴാണ് അയാൾക്ക് ഈമാനിന്റെ മധുരം ലഭിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇനി നോക്കൂ നിങ്ങൾ നന്ദി കെട്ട വർഗത്തിനും നിഷേധികൾക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വരാൻ പോകുന്ന അവസ്ഥ നബി തങ്ങളോടല്ല പറയാൻ പറയുന്നു ഖുൽ കഫാ ബില്ലാഹി
ബൈനീ വബൈനകും ഷഹീദാ. നബിയെ തങ്ങൾ പറയണം, കഫാ ബില്ലാഹി ബൈനീ വബൈനകും ഷഹീദാ, എന്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷിയായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മതി. സാക്ഷിയായിട്ട് പടച്ചോൻ മതി. പടച്ചോൻ സാക്ഷി. യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ രഹസ്യങ്ങളും അറിയുന്നവനാണല്ലോ അവൻ. എല്ലാം അറിയാവുന്ന അവൻ, സർവജ്ഞനായ റബ്ബ്. ആ റബ്ബിനെ മുൻനിർത്തി ഞാൻ പറയട്ടെ, വല്ലദീന ആമനൂ ബിൽ ബാത്തിൽ, വല്ലദീന ആമനൂ ബിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ, അല്ലാഹനെ പറ്റിയും റസൂലുള്ളാഹിനെ പറ്റിയും ഒക്കെ മോശപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ, വിഗ്രഹങ്ങളിൽ വിശ്വസിക്കുന്നവർ, ബിംബങ്ങളിൽ വിശ്വസിക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ വിശ്വസിക്കുന്നവർ, സത്യം വിട്ട് മിഥ്യയെ കൊണ്ട് വിശ്വസിക്കുന്നവർ, വകഫറൂ ബില്ലാഹ്, അല്ലാഹുവിനെ നിഷേധിക്കുകയും ചെയ്യുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടം പേറുന്നവരാണ്, അവരെല്ലാം നഷ്ടപ്പെടുത്തിയവരാണ്, അവരെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. വല്ലദീന, സൂറത്തുൽ അൻകബൂത്ത് 52, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. സൂറത്തു സുമർ 63. എന്താണ്? നമ്മുടെ ആയത്തുകളെ കൊണ്ട് വിശ്വസിക്കാത്തവർ, ഈമാൻ നഷ്ടപ്പെട്ട ആളുകൾ, ഹുമുൽ ഖാസിറൂൻ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടം പേറുന്നവർ തന്നെ. സൂറത്തു സുമറിലും സൂറത്തുൽ അൻകബൂത്തിലും ഒക്കെ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈമാനില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. ഇതുകൊണ്ടാണ് മൂമിനാണെന്ന് പറഞ്ഞു ഒപ്പം നിന്ന് റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞു, അല്ലാഹുവിനെ തെറി പറഞ്ഞു, അല്ലാഹുവിനെ ഇകഴ്ത്തി, അല്ലാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞു, അല്ലാഹുക്ക് ഇരിക്കാൻ കട്ടിൽ വേണമെന്ന് വാദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു, മുത്തുനബി തെറ്റു ചെയ്യുമെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹിയെ വേദനിപ്പിച്ച മുനാഫിഖീങ്ങൾ, ആ മുനാഫിഖീങ്ങളെ പറ്റി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അല്ലാഹു പറയുന്നു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, കപട വിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാകുന്നു, ഏറ്റവും താഴെയുള്ള തട്ടിലാകുന്നു. നരകം താഴോട്ട് പോകുന്തോറുമാണ് അതിന് കടുപ്പം കൂടുന്നത്, സ്വർഗം മേലോട്ട് പോകുന്തോറും അത് ഉന്നതമാകുന്നു. നാളെ പറയും, സ്വർഗം മേലോട്ട് പോകുന്തോറും സുഖം കൂടും, നരകം താഴോട്ട് പോകുന്തോറും കടുപ്പം കൂടും. രണ്ടും നേരെ തല തിരിച്ചാണ് രണ്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ മുനാഫിക്കീങ്ങൾക്ക് അല്ലാഹു തീരുമാനിച്ച ഏറ്റവും താഴെ തട്ട്, ഏറ്റവും അദാബുള്ള താഴെ തട്ട്. കാരണം ഉമ്മത്തിന്റെ ഒപ്പം നിന്നിട്ട്, ഉമ്മത്തിന്റെ കൂടെ നിന്നിട്ട് ഈ ഉമ്മത്തിനെ കുത്തിയവരെ അല്ലാഹു പൊറുക്കൂല. നോക്കൂ നിങ്ങൾ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലം തജിദ ലഹും നസീറാ, വലം തജിദ ലഹും നസീറാ, അവരെ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചെറിയുമ്പോൾ അവർക്ക് ഒരു സഹായിയെയും നബിയെ തങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അവരെ രക്ഷപ്പെടുത്താൻ ഒരു സഹായം വരൂലട്ടോ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹി വഅഖ്ലസൂ ദീനഹും ലില്ലാഹ്. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹ്. രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മരിക്കുന്നതിന്റെ മുമ്പ് ഇല്ലല്ലദീന താബൂ, ഈ കെട്ട വിശ്വാസങ്ങളൊക്കെ മാറ്റിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരൂ. ഞാനിത് പറയുമ്പോൾ അന്നത്തെ മുനാഫിക്കീങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയൂല എന്ന് പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളെയൊക്കെ നിഷേധിച്ചിരുന്നു. പക്ഷേ അതൊക്കെ സ്വകാര്യമായിട്ടാണ് ചെയ്തിരുന്നത്, പരസ്യമായിട്ട് പറയാൻ മാത്രമുള്ള കരുത്തില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ അങ്ങനെ വെച്ച് പൊറുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ മുനാഫിക്കീങ്ങളെ പറ്റി പറഞ്ഞത്, ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിനെ തെറി പറയുന്നവരെ പറ്റി ഇത് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെയാ പറയാൻ പറ്റുക? ഞാൻ പറഞ്ഞുതരാം. ഈ കാലഘട്ടത്തിലുള്ള മുനാഫിക്കീങ്ങളാണോ? ഏത് കാലഘട്ടത്തിലും മുനാഫിക്കീങ്ങൾ ഉണ്ടാവും ഉറപ്പാണ്. ഇന്നത്തെ മുനാഫിക്കീങ്ങൾ ആരാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് കണ്ടെത്തണം. മുനാഫിക്കീങ്ങൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും. പക്ഷെ ഈ കാലഘട്ടത്തിലെ മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള മുനാഫിക്കീങ്ങളെക്കാൾ ഗൗരവമുള്ളവരായിരുന്നു. ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നു, ഇൻഷാ അല്ലാഹ് കടന്നു വരും എന്ന് പറഞ്ഞാൽ വെറുതെ എങ്ങനെ ഒരാക്ഷേപമായി പറയല്ല, ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ഹബീബിനെ തെറി പറയാൻ ഇകഴ്ത്താനും ഒരുങ്ങുന്നവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ, തൗബ ചെയ്ത് മടങ്ങുകയും കർമ്മങ്ങളും വിശ്വാസങ്ങളും നന്നാക്കുകയും വേണം.
കർമ്മങ്ങളും വിശ്വാസങ്ങളും നന്നാക്കുകയും വേണം. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാഹുവിന് വേണ്ടി ദീൻ പടച്ച റബ്ബിന് വേണ്ടി മാത്രം സമർപ്പിക്കാൻ തയ്യാറാവണം. അവരെ മുഅ്മിനീങ്ങളുടെ കൂടെ ചേർക്കും. തൗബ ചെയ്ത് മടങ്ങാൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വമ്പിച്ച പ്രതിഫലം നൽകാൻ പോകുന്നു. അത് അവർക്ക് കൊടുക്കും. അപ്പൊ മുനാഫിഖായി പോകാൻ പാടില്ല. അതിന് മുനാഫിഖിന് സൂറത്തുൻ നിസാ 146 145 മുനാഫിഖീങ്ങളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു തആല സൂറത്തുൽ മുനാഫിഖൂൻ തുടങ്ങുന്നതന്നെ നോക്കിക്കോ. മുനാഫിഖ് സൂറത്തുൽ മുനാഫിഖൂൻ എന്നിട്ട് അധ്യായം തന്നെ ഉണ്ടല്ലോ ഖുർആനിൽ. മുനാഫിഖീങ്ങളെ അടയാളം പറയുന്ന അധ്യായമാണ്. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാം? ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. സൂറത്തുൽ മുനാഫിഖൂന തുടങ്ങുന്നത് അങ്ങനെയാണ്. മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ നബി അവർ തങ്ങളടുത്ത് വരുമ്പോൾ ഖാലൂ അവർ പറയും നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയും. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയും. വാങ്ങുമ്പോഴും പറയും, കാമത്തൊരുക്കുമ്പോഴും പറയും, ഒക്കെ പറയും. പക്ഷേ വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാന്ന് പഠിച്ചോണ്ട് അറിയാം. അവര് സമ്മതിച്ചിട്ടൊന്നും വേണ്ട. പക്ഷേ വല്ലാഹു യഷ്ഹദു, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇപ്പുറത്ത് നിന്ന്, അവര് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. അഷ്ഹദു നഷ്ഹദു, പച്ചക്കള്ളം പറയുമ്പോ ഞാൻ ഇവിടെ പറയുന്നു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖീങ്ങൾ പച്ചക്കള്ളം പറയാൻ നബിയെ അത് ഹൽക്കിന്റെ കീഴ്പ്പെട്ടത് ഇറങ്ങിയിട്ടില്ല. നഷ്ഹദു അഷ്ഹദും നഷ്ഹദും ഹൽക്കിന്റെ കീഴ്പ്പെട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ കൊടുക്കുമ്പോൾ കാമത്തുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കിയാൽ, അല്ലാഹുവിന്റെ ഹബീബിനെ കൊച്ചാക്കിയാൽ, നബി തങ്ങളെ കൊച്ചാക്കുന്ന ശീലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഉംറക്ക് പോകാറില്ലേ? ഉംറക്ക് പോകുമ്പോൾ നിങ്ങൾ ജിറാനയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ടുണ്ടാവും. ഉംറക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ മസ്ജിദ് ആയിഷയിൽ നിന്ന് ഇഹ്റാം ചെയ്യിപ്പിക്കും, ജിറാനയിൽ നിന്ന് ഇഹ്റാം ചെയ്യിപ്പിക്കും. ജിറാന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം കെട്ടിയ സ്ഥലം. അതുകൊണ്ട് ആ പുരുഷന്മാർക്ക് അവിടെ പോയി ഇഹ്റാം കെട്ടി പ്രത്യേകം സുന്നത്താന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി ഇഹ്റാം കെട്ടിയ സ്ഥലമായതുകൊണ്ട്. അതേസമയം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്ര ചുരുക്കുക വേണ്ടത്, ആരാധനകൾക്കൊക്കെ യാത്ര ചുരുക്കുക വേണ്ടത്. അതുകൊണ്ട് മസ്ജിദ് ആയിഷ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ആയിഷ ബീവിയോട് മസ്ജിദ് ആയിഷയിൽ പോയി, മസ്ജിദ് ആയിഷ എന്നുള്ള പേര് അങ്ങനെയാ വരുന്നത്, ആയിഷ ബീവിയോട് തൻഈമിൽ പോയിട്ട് ഇഹ്റാം ചെയ്യാൻ വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പള്ളി എന്ന പേരിൽ ഇപ്പോഴും മസ്ജിദ് ആയിഷ പള്ളി എന്നവിടുന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉംറ എന്ന് വിളിക്കുന്നത് കാണാം. ഒക്കെ തൻഈമിലേക്കാണ്, അല്ലെങ്കിൽ തൻഈം ആ പഴയ പേര് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ വിളിക്കുന്നത് ഇപ്പോഴും കേൾക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ നമ്മൾ റസൂലുള്ളാഹി ഇഹ്റാം ചെയ്ത സ്ഥലമായതുകൊണ്ട് അവിടെ പോയിട്ട് ഇഹ്റാം ചെയ്യാറുണ്ട്. എല്ലാവരും ആ സ്ഥലം കാണും. ആ ജിഅ്റാന എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമരക്കളത്തിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വീതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാതെ ഹബീബ് നബി തങ്ങളൊന്നും ചെയ്യുകയില്ല. വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. മായം തിഖ്വാനിൽ ഹവാ വമായം തിഖ്വാനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അങ്ങനെ ചില പ്രത്യേക അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാഹുവിന്റെ ചില പ്രത്യേക നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറച്ചുമൊക്കെ കൊടുക്കാൻ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വീതിച്ചപ്പോൾ ഒരു അഅറാബി എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എഴുന്നേറ്റ് നിന്നിട്ട് പറയാം, നീതി പാലിച്ചു, നീ നീതി പാലിച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെയല്ലേ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി എന്ത് ചെയ്താലും നീതിയാണ്, റസൂലുള്ളാഹി അനീതിയൊന്നും ചെയ്യൂല.
ഇത് കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുല കുടിക്കുന്ന കാലത്ത് കാണിച്ച നീതി, അത് ഓർമ്മയുള്ളവര് നബി തങ്ങൾ അനീതി കാണിക്കുന്നു വിശ്വസിക്കോ? എന്നിട്ട് ഇവൻ പറഞ്ഞു, നീ നീതി പാലിക്കണം മുഹമ്മദേ, നീ നീതി പാലിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നീതിയും എന്റെ ഭാഗത്തുള്ള നീതി, എന്റെ ന്യായങ്ങൾ ഇത് നീതിയാണെന്ന് പറഞ്ഞ് തന്റെ ന്യായങ്ങൾ അവതരിപ്പിക്കല്ല. അള്ളാഹു എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയല്ല. അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നൊരൊറ്റ ചോദ്യമാണ്, എടോ ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ഏത് വല്യാപ്പയാണ് അവിടെ നീതി പാലിക്കാനുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹി. അതാ ചോദ്യം. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറയുന്ന നീ എങ്ങനെ പറയേ എന്നോട് നീതി പാലിക്കണം? ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ഏത് വല്യാപ്പയാണ് അവിടെ നീതി പാലിക്കാനുള്ളത്? ഇദാലം അഅദിൽ ഫമൻ യഅദിലു ബഅദി ഇദാലം അഅദിൽ സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു താടി എഴുന്നേറ്റു, നബിയെ സമ്മതിക്കണം, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്. ഈ മുനാഫിക്കിന്റെ കഴുത്തപ്പയാൻ പറ്റും. നബി തങ്ങൾ അനീതി പാലിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനീതി കാണിച്ചു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണല്ലോ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ധൈര്യമായിട്ട് പറയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നും മുന്നോട്ട് വരുന്ന നിങ്ങൾ അവരുടെ ഹാലൊന്ന് ആലോചിച്ചു. നബി തങ്ങൾ ഈ പറഞ്ഞതെന്ന് തിരിഞ്ഞില്ലേ? നബി തങ്ങൾക്ക് തെറ്റുപറ്റൂല. ഞാൻ അനീതി കാണിച്ചാൽ ആരാടാ പിന്നെ ഇവിടെ നീതി കാണിച്ചു തരാനുള്ളത് എന്നല്ലേ നബി വെച്ചത്? നീതിയും അനീതിയും പഠിപ്പിക്കാൻ വന്ന മുത്തുനബി അനീതി ചെയ്യേ, ക്രമവും അക്രമവും പഠിപ്പിക്കാൻ വന്ന മുത്തുനബി അക്രമം ചെയ്യേ, ശരിയും തെറ്റും വേർതിരിക്കാൻ വന്ന മുത്തുനബി തെറ്റ് ചെയ്യേ. എന്താ ഈ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെളിവുള്ളത് മാത്രമേ പറയാവൂ. ഹബീബായ റസൂലുള്ളാഹിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ സമ്മതം തരണം, ഈ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ ഇപ്പൊ വെട്ടും. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, വെട്ടണ്ട, കൊല്ലണ്ട, നിയമ നടപടികളൊന്നും വേണ്ട, അത്തരം ആക്ഷനുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല. മുത്തുനബി പറഞ്ഞു, നീ വേദനിക്കണ്ട ഉമറേ, ഇന്നഹാദാ. കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്നത് ഇതൊരു ആരോപണമായി കൂട്ടരുത് എന്ന് പറഞ്ഞാൽ ഇന്ന് ബിദ്അത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു ആരോപണമല്ലേ? നമ്മളെ പേരിൽ വെച്ചുകെട്ടല്ലേ മുനാഫിഖ്? ഞാൻ പറയുന്നു, റസൂലുള്ളാഹി പറയാൻ ഇന്നഹാദാ ഉമർ റളിയല്ലാഹു അൻഹു ഹാദൽ മുനാഫിഖ് എന്ന് പറഞ്ഞ ഇവനെ പറ്റി പറയാ, ഇന്നഹാദാ തീർച്ചയായിട്ടും ഈ മുനാഫിഖ് വ ഉസൈഹാബ് മഅ ഉസൈഹാബി ലഹു, അവന്റെ അനുയായികളോടൊപ്പം ഇവനെ കുറച്ച് അനുയായികളിന് ശേഷം വരാനുണ്ട്. ഇവനും ഇവന്റെ അനുയായികളും യഖറഊനൽ ഖുർആൻ, ഇവർ ഖുർആൻ അങ്ങനെ ഓതും. ഖുർആനും സുന്നത്തും ഇതൊക്കെ പറയാണ്, ഇതിങ്ങനെ പറയും. എന്നിട്ടോ ആ ഖുർആനും സുന്നത്തും ലാ യുജാബിസു തറാഖിയഹു, അവരുടെ ഹൽഖിന്റെ കീഴ്പോട്ടത് ഇറങ്ങൂല, ഹൽഖിന്റെ കീഴ്പോട്ടത് ഇറങ്ങൂല. സഹീഹായ ഹദീസില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, ഹൽഖിന്റെ കീഴ്പോട്ടത് ഇറങ്ങൂല. ഖുർആനും സുന്നത്തും ഇങ്ങനെ പറയും. ആ ഖുർആനും സുന്നത്തിലുള്ളതൊന്നും പോലെ ആശയല്ല, അവരുടെ മനസ്സിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ഖുർആൻ അങ്ങനെ ഓതും. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്സ മിനദ്ദനിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകും പോലെ അവർ ദീനിൽ നിന്ന് ഊരിക്കുറ്റി പോകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുക. നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞതാണ്. ശരിക്ക് അമ്പ് വേട്ടയാടുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ തുളച്ചിട്ട് ആ ശരീരവും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് വീഴുമ്പോഴാണ് നല്ല സമർത്ഥനായ അമ്പെഴുത്തുകാരെന്ന് പറയാം. അതാണ് ശരിക്കാ പ്രയോഗം. എറിയപ്പെട്ട മൃഗത്തെയും കടന്ന് ഊരിപ്പോകുന്നത് പോലെ ഇവരുടെ ഉള്ളിൽ നിന്ന് ഈമാൻ തെറിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട, ഇതിങ്ങനെ ഒരു ടീമാണ്, ഖിയാമത്ത് നാൾ വരെ ഇവിടെ പ്രവർത്തിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് നമുക്കുണ്ടാകാൻ പാടില്ല. സൂറത്തുൽ മുനാഫിഖൂന തുടങ്ങുന്നത് തന്നെ ഇവർ കള്ളം പറയുന്നു. ആദ്യം ഷഹാദത്തിന്റെ കാര്യത്തിൽ തന്നെ കള്ളമാ പറയുന്നത്, പിന്നെ കളവ് ധാരാളം, കളവുകൾ ധാരാളം, കളവ് പറയൽ മത്സരങ്ങൾ, അതിൽ സമ്മാനം വിതരണം ചെയ്യുന്നു. എല്ലാം നമ്മൾ കേട്ടതും അടുത്തതുമല്ലേ, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഇനി അതാ മുനാഫിഖീങ്ങളുടെ ലക്ഷണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഹദ്ദസ കദബ, തൊള്ള പൊളിച്ച നുണയാ പറയാ, കളവ് പറയുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, കളവ് പറയുന്ന ശീലം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. അല്ലാഹു
എത്രയും പെട്ടെന്ന് നന്നാവാൻ തൗഫീഖ് നൽകണേ. ഒരു കാര്യമില്ലാതെ പറയുന്ന മനുഷ്യന്മാർ അതൊരു ഹോബിയാക്കി മാറ്റിയവർ ഉണ്ടാവില്ല. സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. മാത്രമല്ല വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കരുത്, അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നു. വാഗ്ദത്തം കയ്യോങ്കിൽ ചെയ്താൽ ലംഘിക്കരുത്. നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ഉറപ്പുള്ളത് മാത്രം വാഗ്ദത്തമേറ്റാൽ വിശ്വസിച്ചാൽ വഞ്ചിക്കും. മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ആ കൂട്ടത്തിൽ പെട്ടുപോകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്ന് വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? ഒരു പീഡിക റൂം പോലും ഒരാൾ കേൾപ്പിച്ചു കൊടുക്കാൻ ധൈര്യമില്ലാത്ത ഒരു കാലം, ഷെയർ ബിസിനസ്സിൽ കാശ് കൊടുക്കാൻ നിക്ഷേപിക്കാൻ ധൈര്യമില്ലാത്ത കാലം, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നുള്ളത് ഒരു സർവ്വസാധാരണയായ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. നിഫാഖിന്റെ വശങ്ങൾ നമ്മളിലേക്ക് കയറി വരുന്നത് ശ്രദ്ധിക്കണം. ഇനി സൂറത്തുൽ മുനാഫിഖൂനയിൽ അത് തന്നെ ബേസ് ചെയ്ത് പറയട്ടെ. സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു പറയുന്നു, മുനാഫിഖീങ്ങളുടെ മറ്റൊരു ലക്ഷണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അല്ലാഹുവോടൊന്ന് പൊറുക്കലിനെ തേടുക എന്ന് അവരോട് പറഞ്ഞാൽ, വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈദാ ഖീല ലഹും, സൂറത്തുൽ ജുമുഅ, വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ യസ്തഗ്ഫിർ, തആലു വരൂ, തആലു വരൂ, റസൂലുള്ളാഹിന്റെ സവിധത്തിൽ പോവുക. യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടുന്നു ഖുർആൻ പറയുന്നുണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അല്ലാഹുവോട് സങ്കടം പറഞ്ഞാൽ, അതുകൊണ്ട് വരി നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ അവർ തല തിരിച്ചു കളയും. അവർ തല തിരിച്ചു കളയും. എന്ത് റസൂലുള്ളാഹ് വറഅയ്തഹും യസുദ്ദൂൻ, അവർ ആ മാർഗ്ഗത്തെ തൊട്ട് തിരിഞ്ഞു പോകുന്നത് നബിയെ തങ്ങൾക്ക് കാണാൻ പോകും. മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളായി തിരിഞ്ഞു പോകും. അവർക്കതൊന്നും കേൾക്കണ്ട. എന്നാൽ ഇത്തരം ആളുകളുടെ കാര്യത്തിൽ നബി ദ്വാരനാൽ ഉത്തരം ഉറപ്പാണ്. നബി ദ്വാരനാൽ ഉത്തരം ഉറപ്പാണ്. പക്ഷെ ഇത്തരം ആളുകളുടെ കാര്യത്തിൽ നബിനെ ഒരു മൈൻഡും ചെയ്യാത്ത ആളുകൾക്ക് നബി ദ്വാരനാൽ ഉത്തരം കിട്ടുമോ? ശ്രദ്ധിച്ചോ. നബിയെ തങ്ങൾ അവർക്ക് പൊറുക്കലിനെ തേടിയാലും കണക്കാണ്, തേടിയില്ലെങ്കിലും കണക്കാണ്. ഓൽക്ക് ഞാൻ പുറത്തു കൊടുക്കൂല. കാരണം തങ്ങളെ വെറുപ്പിച്ചവരാണ്, തങ്ങളെ വേദനിപ്പിച്ചവരാണ്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ദുർമാർഗ്ഗികൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഴി കാണിച്ചു കൊടുക്കുകയില്ല. സുബ്ഹാന മൻ ജല്ല ജലാൽ. മുനാഫിഖീങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ ഖുർആൻ ഇറങ്ങിയപ്പം അതാ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്ക് കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ വന്നിട്ട് പറഞ്ഞു, വൈലുക്കും, നിങ്ങളുടെ നാശമേ, ഉള്ളിൽ നിഫാഖ് കൊണ്ട് നടന്നത് കൊണ്ട് നിങ്ങൾ വഷളായി. അല്ലാഹ് ഓരോന്ന് ഇങ്ങനെ ഇറക്കണ്, നിങ്ങളെ ചീഞ്ഞ കളിയെ പറ്റി ആയത്തിറക്കുന്നു. റസൂലുള്ളാഹിക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് വാഹിലകുതും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെല്ലൂ. വതൂബു ഇലൈഹി മിനൻ നിഫാഖ്, ഇനി കപട വിശ്വാസം കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ചെന്ന് തൗബ ചെയ്യൂ. അല്ലാഹുവിന്റെ ഹബീബിനോടൊന്ന് പറയൂ, നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ, റബ്ബിനോട് നബിതങ്ങളോട് റബ്ബിനോട് പൊറുക്കലിനെ തേടാൻ ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ മുനാഫിഖീങ്ങൾ അവരതിനെ വിസമ്മതിച്ചു. ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ മൂപ്പരുതായിരുന്നു ഉത്തരം കിട്ടണ്ടാവും. ഇതായിരുന്നു അവരുടെ നിലപാട്. ഇതാണ് വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റഊസഹും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എന്നിട്ട് ദ്വാരന്നാൽ എന്താ കുഴപ്പോ എന്ന് ചോദിച്ചാൽ അതെന്തിനാ അവിടെ തന്നെ പോകുന്നത്? വരക്കാൻ അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന നിലപാട് ഇതൊരിക്കലും ശരിയല്ല. കാരണം അത് ഖുർആൻ പറഞ്ഞതിനെതിരാണ്. ഇനി മുനാഫിഖീങ്ങളുടെ പ്രത്യക്ഷ വേഷങ്ങളിൽ നമ്മൾ ഒരിക്കലും വഞ്ചിതരായി പോകരുത്. സൂറത്തുൽ മുനാഫിഖൂനന്റെ മറ്റൊരു സന്ദേശമാണ്. പ്രത്യക്ഷത്തിൽ വേഷം കണ്ടാൽ ചിലപ്പോൾ മുട്ടുവരെ താടി ഉണ്ടാവും, തസ്ബീഹ് മാല ഉണ്ടാവും, തലപ്പാവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ബിദ്അത്ത് ഉള്ളിലുണ്ടോ
റസൂലുള്ളാഹി തങ്ങളെ കൊച്ചാക്കുന്നുണ്ടോ ആ ആളെ കൊണ്ടടക്കാൻ പറ്റൂല. നബിയെ തങ്ങൾ അവരെ കാണുകയാണെങ്കിൽ അവരുടെ ബോഡി സെറ്റപ്പുകൾ തങ്ങൾ അത്ഭുതപ്പെടുത്തും. അവരുടെ വേഷവും കോലമൊക്കെ അങ്ങനെ കണ്ടാൽ അവരിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ വായ്ത്താരിയിലേക്ക് തങ്ങൾ പോലും ശ്രദ്ധിച്ചു പോകും. അത്ര സ്ഫുടമായ ഭാഷയിൽ നല്ല സാഹിത്യത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംഗതി പുറം ഇത്രയൊക്കെ മോടിയുണ്ടെങ്കിലും അവർ പൊള്ളയായ ഭൂതകഷ്ടങ്ങളാണ് അവർ. ഇതിന് രണ്ടർത്ഥമുണ്ട് ബഹുമാനപ്പെട്ട മഹാന്മാർ നൽകിയത്. അന്നഹും ഖുശുബും മുസന്നദാന മൂലയിലേക്ക് കുത്തിച്ചാരി വെച്ച കുണ്ടം വടി പോലെയാണ്. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വു ഫഹ്ദറുഹും ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. അന്നഹും ഖുശുബും മുസന്നദ എന്ന് പറഞ്ഞ ഒരു കഥയുമില്ല. ഒരു കഥയുമില്ല. മരത്തടികളെ പോലെ അങ്ങനെ ഇരിക്കുന്ന മരത്തടിയോട് വയത് പറഞ്ഞിട്ട് വല്ല ഗുണം ഉണ്ടാവും എന്നതുപോലെ വയതും പ്രഭാഷണം യേശുവില്ല. ഒന്ന്. രണ്ട്, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വിശദീകരണം ഞാൻ അതാണ് കൂടുതൽ സന്തോഷകരമായി തോന്നുന്നത്. മുസന്നദത്തായ ഖുശുബ് അങ്ങനെയാണ് പറയുന്നത്. എന്താണ് ഈ ഖുശുബ്? ഖുശുബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് ഈ ഉള്ള് പൊത്തായി പോയ, ഉള്ള് പൊത്തായ, നമ്മൾ പൂതൽ എന്ന് പറയും, ഉള്ള് പൊത്തായി പോയ ഖശ്ബ എന്ന് പറഞ്ഞ വാക്കിന്റെ ജമ്മാണ് ഖുശുബ്. ഈ ഖശ്ബ ഇത് ഖശ്ബ എന്ന വാക്കിന്റെ ജമ്മാണ്. ഖശ്ബ എന്ന് പറഞ്ഞാൽ ഖശ്ബത്തുല്ലതി ദുഇറ ജൗഫുഹ, ഉള്ള് തുരന്ന സാധനത്തിനാണ് പറയാ. ഉള്ള് പൊത്തായി, അജ്വഫ് എന്ന് പറയാറുണ്ട്. ഉള്ള് ഈ സാധനത്തിനാണ്. അത് പുറത്തിങ്ങനെ കണ്ടാൽ നല്ല ഉഷാറാത്തുന്ന ഉള്ളു പുറത്താണ്. ഇത് വലിയ വണ്ണുള്ള ഒരു മരക്കൊമ്പാന്ന് ചവിട്ടിയ പൊളിഞ്ഞു എന്നതുപോലെ ഈ പൂതക്കൊള്ളികളാണ് നബിയെ. ഉള്ളിൽ ഒരു കഥയുമില്ല, ഈമാനില്ല, ഈ വേഷം തന്നെ ഉള്ളൂ. ഭൂതക്കൊള്ളികളാണ് അവര്. ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ഒന്നുമില്ല യാ റസൂലല്ലാഹ്. അതുകൊണ്ട് തന്നെ വല്ലതിനും പറ്റുമെങ്കിൽ റാസി ഇമാം പറയാണ്, ഇതുകൊണ്ട് വല്ല ഉപകാരവും കിട്ടുമെങ്കിൽ, കൊള്ളിക്കഷ്ടം കൊണ്ട് വല്ല ഉപകാരം ഉണ്ടെങ്കിൽ അത് എന്തിനെങ്കിലും കഴുക്കോലാക്കാൻ പറ്റുമെങ്കിൽ കാനഫി സഖഫിൻ, മരത്തിന്റെ മേൽക്കൂരയിലേക്ക് കയറും, കഴുക്കോലായി കയറും. ഔ ജിദാരിൻ, അല്ലെങ്കിൽ ചുമരിന് വെച്ച് കെട്ടിയ ഷെഡുകളുടെ ചുമരിന് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും. ഒന്നും അല്ലെങ്കിൽ കത്തിക്കാനെങ്കിലും ഉപയോഗിക്കും. പൂതക്കൊള്ളി കത്തിക്കാനും പറ്റില്ല. പൂതക്കൊള്ളി കത്തിക്കാനും പറ്റില്ല. കത്തിച്ചാൽ തീയും ഉണ്ടാവില്ല. ഇതായിരിക്കില്ല. അപ്പൊ ഒന്നിനും പറ്റാത്ത ആ സാധനം പിന്നെ എന്താ ചെയ്യല്? എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു മൂലയെ കൊണ്ടുപോയി ചാരി വരും. അതാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പേടിക്കണം, ഇത് പേടിക്കണം. ഇതുകൊണ്ടാണ് കേട്ടോ വേഷവിധാനങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. ഹബീബ് ഇബ്നു അബീ ഫളാല റളിയല്ലാഹു അൻഹു പറയാണ്, കാന ബഅദുൽ മുഹാജിരീന യഖൂൽ, ചില മുഹാജിരീങ്ങൾ പറയാറുണ്ടായിരുന്നു, വല്ലാഹി മാ ഖാഫുൽ മുസ്ലിം, അല്ലാഹുവാണ് സത്യം, മുസ്ലിമിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, വലാ ഖാഫുൽ കാഫിർ, തുറന്ന ശത്രുവായ കാഫിറിന്റെ കാര്യത്തിലും ഞാൻ ഭയപ്പെടുന്നില്ല. എന്തേ കാരണം? അമ്മൽ മുസ്ലിമു ഫയഹ്ജുസുഹു ഇസ്ലാമുഹു, മുസ്ലിമായ കാര്യം മനുഷ്യനെ പേടിക്കേണ്ടതില്ല. അയാൾ മുസ്ലിമാണ് എന്നുള്ളതുകൊണ്ട് എന്റെ ഒരു ദ്രോഹം ചെയ്യൂല. ദ്രോഹത്തിൽ നിന്ന് അയാളുടെ ഇസ്ലാം തന്നെ അയാളെ തടഞ്ഞു നിർത്തും. പുറത്തുള്ള ശത്രു അവന്റെ അക്രമവും എനിക്ക് വരുന്നത് ഞാൻ പേടിക്കേണ്ടതില്ല. ഒപ്പം നടക്കുന്ന മുനാഫിഖ് കള്ളു വെച്ചാൽ അറിയാൻ കഴിയില്ല. ഒപ്പം നടക്കുന്നവൻ. അതുകൊണ്ടാണ് സമൂഹത്തിലെ ഇത്തിഖണ്ണികളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദോഷം എന്ന് എക്കാലത്തും പണ്ഡിതന്മാർ പറയാൻ കാരണം. സിയറു അഅ്ലാമിൻ നുബലയിൽ ഹബീബ് ഇബ്നു അബീ ഫളാല റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. ഇനി ഈ കാലഘട്ടത്തിലെ മുനാഫിഖീങ്ങൾ അന്നത്തെക്കാൾ സ്ട്രോങ് ആണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുനാഫിഖൂനൽ യൗമ ശർറുൻ, ഇന്നത്തെ മുനാഫിഖീങ്ങൾ കൂടുതൽ നീചരാണ് മിൻഹും അലാ ഹദി റസൂലില്ലാഹ്,
അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ള മുനാഫിക്കീങ്ങളെക്കാൾ സ്ട്രോങ് ആണ്, നീചരാണ്. എന്താ തീല? അപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, കൈഫദാക, അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള മുനാഫിക്കീങ്ങളല്ലേ കൂടുതൽ, പിന്നെ ആ സ്വഭാവക്കാരാകുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരില്ലേ ചെയ്യാം. അപ്പോ അതിന് മറുപടി പറഞ്ഞു, ഇന്നഹും കാനൂ അലാ അഹദി റസൂലില്ലാഹി യുഖൂനഹു, അവർ നബിയെ കുറ്റം പറയായിരുന്നു, പക്ഷേ ഉറക്കം പറയില്ലായിരുന്നു. കുറ്റം പറഞ്ഞോലോ എന്ന് കേട്ടാൽ അത് വിസ്തരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കുമായിരുന്നു. യുഖൂനഹു, അവരത് ഒളിപ്പിച്ചു വെക്കലായിരുന്നു, രഹസ്യമായിട്ടാ കുറ്റം. ഇന്നങ്ങനെയല്ല, സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാണ് മുത്തുനബി തെറ്റ് ചെയ്യും. ഇത് പരസ്യമായി പറയുകയല്ലേ. ഒരു പേടിയില്ലാത്തവരപ്പം ഇവർ തന്നെയാണ്, അവരെക്കാൾ അശ്രദ്ധ. നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ മുനാഫിക്കീങ്ങൾ ഇങ്ങനെ പെരുകുന്നു പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്, മുനാഫിക്കീങ്ങൾ കുറയല്ല. യഅതി അലന്നാസി സമാൻ, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. യജ്തമിഊന ഫീ മസാജിദിഹിം, പള്ളികളിൽ അവർ ഒരുമിച്ച് കൂടും. ജുമുഅക്കൊക്കെ ഒരുമിച്ച് കൂടിയാൽ ലൈസ ഫീഹിം മുഅ്മിൻ, ലൈസ ഫീഹിം മുഅ്മിൻ, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത പള്ളികള്. അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം മുനാഫിക്കുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന പള്ളികളായി ഒറ്റൊന്നും ഉണ്ടാവില്ല. ലൈസ ഫീഹിം മുഅ്മിൻ, ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി ഒരൊറ്റ ഒന്നും മുഅ്മിൻ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു കാലം, അത്രയും അധികം മുനാഫിക്കീങ്ങൾ പെരുകുന്ന കാലം വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയം ഗൗരവത്തോടെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ ഈ 9 ദിവസങ്ങളുടെ സമാപന നാളെ നടക്കണം. നാളത്തെ സദസ്സിൽ ആരും പങ്കെടുക്കാതെ പോകരുത്. കാരണം നരകവും അത് പറഞ്ഞിട്ട് നമുക്ക് സ്വർഗം വാങ്ങണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. എന്താണ് ആരനക്കൊന്നും കാണുന്നത്? ഞാനിപ്പോ പള്ളിയിൽ നിന്ന് വന്നുള്ളൂ. എന്താ സംഭവം എനിക്കറിയാം. ലൈവ് തീർന്നോ? ഹലോ, ലൈവ് കഴിഞ്ഞോ? അൽഹംദുലില്ലാഹ്. ലൈവ് ചെന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ദിവസങ്ങളായി നമ്മളിലേക്ക് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദിന്റെ പഠനാർഹവും ചിന്താർഹവുമായ നമ്മളെല്ലാവരും മനസ്സ് അറിഞ്ഞ് ചിന്തിക്കുകയും ഓർമ്മിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഒരു പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ ആന്തരികാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നല്ലൊരു ലൈവ് നമുക്ക് കുറെ ദിവസങ്ങളായി കിട്ടി. ലൈവ് കേട്ട് അങ്ങോട്ട് നമ്മൾ ഇനി അടുത്ത ലൈവ് വരുമ്പോൾ നമുക്ക് ഇനി കേൾക്കാന്നുള്ള നിലയിൽ ആവാതെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മൾ അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള ഒരു മനസ്സ് പാകപ്പെടുത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാര് അഗാധമായ നിലയിൽ പഠനം നടത്തിയിട്ടാണ് നമുക്ക് ഈ ലൈവ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായ നിലയിൽ ഉപകാരത്തിൽപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും നമ്മുടെ കുടുംബങ്ങളെയും നാമുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തുകയും വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട ദീനി അറിവുകൾ പറഞ്ഞു തരുന്ന എല്ലാ ഉസ്താദുമാർക്കും പ്രവർത്തകർക്കും സംരംഭത്തിൽ സഹകരിക്കുന്നവർക്കും അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനൊക്കെ ഒരുപാട് ചെലവുകളുണ്ട്, നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സഹകരിച്ചവർക്കും അതിലേക്ക് സംഭാവന ചെയ്തവർക്കും മനസ്സുകൊണ്ടെങ്കിലും അതുമായി നല്ല നിലയിൽ അതിനോട് താതാത്മ്യം പ്രാർത്ഥിച്ചവർക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർഹമായ പ്രതിഫലം ഓരോരുത്തരും ബന്ധപ്പെട്ടതിനനുസരിച്ച് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വഫാ സാഹിബ് ഉസ്താദ് വഫാ സാഹിബ് നമ്മുടെ മൈക്കിന്റെ നേരത്തായ വഫാ സാഹിബിന്റെ ID കാണുന്നുണ്ട്. സാർ അവർകൾ മൈക്കിലേക്ക് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് ഉണർത്തുന്നു. റെഡിയാണെങ്കിൽ പ്രസന്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് മൈക്ക് വിടാമായിരുന്നു. ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. വഫാ സാറിന്റെ ID ആണ് താഴെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവർക്കും എല്ലാ നിലയിലും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ബഹുമാനപ്പെട്ട അബൂ മുബാറക്ക കാരണം ഒരു നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്തിനാണ് മുന്നിലേക്ക് വന്നത് മൈക്കിൽ ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്തു. മൈക്ക് എടുത്തോളൂ. വഫാ സാറിലേക്ക് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശേഷം നമ്മുടെ ആദർശ ചർച്ച നടക്കാനിരിക്കുന്ന എല്ലാവരും മൈക്ക് സജീവമായി ക്ലാസ് റൂമിൽ ബന്ധപ്പെടുകയും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാരും പ്രവർത്തകരും നേതാക്കന്മാർക്ക് പറയുന്നത് കേൾക്കുകയും ചെയ്യണം കൂടി ഉണർത്തുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. വഫാ സാറിലെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മുർസലീൻ. കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫിയുടെ പരിപാടി ഞാനും ശ്രദ്ധിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും നമുക്കും ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനാണ്. അൽഹംദുലില്ലാഹ് വാസ്തവത്തിൽ അല്ലാഹു എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ഓരോ മുസ്ലിമും അറിയേണ്ടതാണ്. ഓരോ മുസ്ലിമും അറിയണം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് മുസ്ലിങ്ങളിൽ എത്ര ശതമാനത്തിന് അറിയാം? നമുക്കത് വേണമെങ്കിൽ ഒരു ഭൂമിശാസ്ത്രപരമായ പരിധിയിടാം. കേരളത്തിലെ മുസ്ലിങ്ങളിൽ എത്ര ശതമാനത്തിൽ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് അറിയും? വോള്യം ഞാൻ ഇവിടെ ഉള്ളതിൽ മാക്സിമാണ് വെച്ചിരിക്കുന്നത്. നീ വേറെ കേൾക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ ആശയം, നമ്മള് ഖുർആൻ തഫ്സീർ എന്നാണ് പറയാറുള്ളത്. നേരെയുള്ള വ്യാഖ്യാനമില്ലാത്ത പരിഭാഷ നമ്മളെ വഴിവേപ്പിക്കും എന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം വിശദീകരിച്ചു കൊടുക്കാതെ, തഫ്സീർ പറയാതെ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഖുർആനിന് മാത്രം പ്രത്യേക അർത്ഥമുള്ള എത്രയോ വാക്കുകൾ ഖുർആനിലുണ്ട്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്നൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ യഖീൻ ഉറപ്പ് എന്നൊക്കെ പറയും. പക്ഷെ അവിടെ അതല്ല അർത്ഥം. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ നമ്മളൊക്കെ പഠിച്ചു വെച്ചൊരർത്ഥമുണ്ട്. അവിടെ ദീന് എന്ന് ആണോ അർത്ഥം? അപ്പൊ തഫ്സീർ ഇല്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. നബിയെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഖുർആൻ നാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന ഒരായത്ത്. ആ ആയത്താണ് ഖുർആൻ പഠിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വ്യാഖ്യാനത്തോട് കൂടിയ പരിഭാഷയെങ്കിലും ഓരോ മുസ്ലിമും വായിക്കണം. പോരാ, ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിന്റെ അർത്ഥം എന്താണ് എന്ന് ചിന്തിക്കാൻ കഴിയുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള
നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമാവേണ്ടിയിരിക്കുന്നു എന്ന് പോലും വളരെ വിനീതമായ അഭിപ്രായം ഉണ്ട്. അതൊന്നും നടക്കാത്ത കാര്യമൊന്നുമല്ല. വാസ്തവത്തിൽ ലക്ഷ്യം വെക്കാത്തത് കൊണ്ടാണ് നമുക്ക് കഴിയാത്തത്. ലക്ഷ്യം വെച്ചാൽ കഴിയും, ലക്ഷ്യം വെക്കാതെ വെറുതെ കഴിയില്ല എന്ന് വെറുതെ തോന്നുന്നു. ഇപ്പൊ ഒരു കാര്യം ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്റ്റെപ്സ് പറയുന്നുണ്ട്. സക്സസ് സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്, വിജയിക്കാനുള്ള സ്റ്റെപ്പുകൾ എന്നാണ് പറയുന്നത്. എന്താണത്? ഒന്ന്, സെറ്റ് എ ഗോൾ, ഒരു ലക്ഷ്യം വെക്കണം. ഉദാഹരണത്തിന്, എനിക്ക് അറബി പഠിക്കണം, ഖുർആൻ മനസ്സിലാകാനുള്ള അറബി പഠിക്കണം എന്നൊരു ലക്ഷ്യം ആദ്യമായിട്ട് വെക്കണം. ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം നേടാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നു. ലക്ഷ്യം നേടാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ, അതുകൂടി ഒന്ന് അടിച്ചോളൂ. ആക്ഷൻ പ്ലാൻ. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ്, act upon the action plan, act upon the action plan on a daily basis. Act upon the action plan on a daily basis. ഈ 3 കാര്യമാണ് ഒരു ലക്ഷ്യം നേടാനുള്ള സ്റ്റെപ്പുകൾ. ഞാൻ ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾ ആക്ട് അപ്പോൺ ദ ആക്ഷൻ പ്ലാൻ ഓൺ എ ഡെയിലി ബേസിസ്. ഇത് എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലുള്ള 3 സ്റ്റെപ്സ് ആണ്. അപ്പൊ ഖുർആൻ മനസ്സിലാക്കാനുള്ള മാത്രം എനിക്ക് അറബി പഠിക്കണമെന്ന് നിങ്ങൾ ഒരു ലക്ഷ്യമില്ല. അതെങ്ങനെ നേടാൻ കഴിയുമെന്ന ഒരു ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ഒന്നും നമുക്ക് തന്നെ എഴുതാം, അല്ലെ അറിയുന്നവരോട് ചോദിക്കാം. എന്താണ് ഇസ്ലാമിന്റെ തത്വം? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കൂ എന്നാണ് ഖുർആൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്ത്, ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, മനസ്സിനുള്ള വദവാഉ ഖൽബിൻ എന്ന് പറഞ്ഞുകൊണ്ട് അദിക്കിയയില് മനസ്സിനുള്ള മരുന്നായി ഒന്നാമതായി പറയുന്നത് അർത്ഥമാലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്നാണ്. അർത്ഥമാലോചിച്ച് ഖുർആൻ ഓതാൻ എനിക്കുറപ്പാണ്, അർത്ഥമാലോചിച്ച് ഖുർആൻ ഓതാൻ കഴിവുള്ള ഒരു മുസ്ലിമും വഴികേടിലാവില്ലെന്ന് മാത്രമല്ല അവന്റെ ഈമാൻ വർദ്ധിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ കലാമിന്റെ മാസ്മരികത മനസ്സിലാക്കണമെങ്കിൽ അറബി അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അറബി പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കാനുള്ള അറബി പഠിക്കുക എന്നൊരു ലക്ഷ്യം നമ്മൾക്കൊക്കെ വേണം. കേൾക്കണം എന്നത് ശരിയാണ്, കേട്ടാൽ മാത്രം പോരാ. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറണം എന്നാണ് വളരെ വിനീതമായിട്ട് ഉണർത്താനുള്ളത്. വൈക്കപ്പള ആവശ്യമായി വരുന്ന സമയത്ത് പറഞ്ഞോളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുവാടി പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, കഴിഞ്ഞില്ല. നാളെ ഏതായാലും ഇൻഷാ അല്ലാഹ് പോകണം. അപ്പോ ഈ ഒരു ലക്ഷ്യം വെക്കുക. പക്ഷേ ഈ 193 ആള് ഇത് കേൾക്കുന്നതിൽ പലരും ഇതിൽ പണ്ഡിതന്മാരുണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും അറിയും. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഒരു SYS പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു SSS പ്രവർത്തകന് എന്തുകൊണ്ട് ഇത് ലക്ഷ്യം വെച്ചുകൂടാ? തീർച്ചയായും കഴിയും. നമുക്ക് അരിഫു എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, അറബിയുടെ പുരോഗതിക്ക് വേണ്ടി സെമിനാറുകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ അറബി സാക്ഷരത ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ ഏത് ഭാഷ പഠിക്കാനും അതിബുദ്ധിയുടെ ആവശ്യമേ ഇല്ല എന്ന് നമ്മൾ അറിയാം.
ഏത് ഭാഷ പഠിക്കാനും അതിബുദ്ധിയുടെ ഒരു ശരാശരി ബുദ്ധിയുള്ള ആർക്കും ഭാഷ പഠിക്കാൻ കഴിയും. മന്ദബുദ്ധികൾ പോലും ഇന്ന് ഭാഷ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാം. അതൊരു ഭാഷാ മനഃശാസ്ത്രം. ഞാൻ ഭാഷയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഉണർത്താം. ബൈ ദ വേ, കൂത്തുൽ ഖുലൂബ് വാങ്ങി അയക്കാമെന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു സന്ദേശം ഇതിൽ അതിന്റെ ഐഡിയ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മർക്കസിന്റെ ഓഫീസിൽ സംഗതി കിട്ടിയിട്ടുണ്ട് എന്ന് അരിഞ്ഞമോ സലാം സഖാഫി എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഉടനെ അങ്ങോട്ട് കൊടുത്തയക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം കിതാബ് വാങ്ങിയ ആളെ ഐഡിയ ആണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അറിയിക്കുന്നു. മറ്റുള്ളവർ കാര്യം അറിയിച്ചത് ക്ഷമിക്കുമല്ലോ. അപ്പോ ഞാൻ വളരെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. നാളെ നമ്മുടെ SMAയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ എഫു ഫൈസി മാനേജറായിരിക്കുന്ന മലയാളം മീഡിയം സ്കൂളിലെ മലയാളം മീഡിയത്തിലെ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരം പഠിപ്പിക്കാനുള്ള ഒരു പ്രൊജക്ടിന് അധ്യാപകന്മാർക്കുള്ള ക്ലാസ് നാളെ സൗത്ത് കൊടിയത്തൂർ സ്കൂളില് 2 മണിക്ക് ഞാൻ നടത്തുകയാണ്. ഇത് പരിപൂർണ വിശ്വാസമാണ്. അധ്യാപകർ സഹകരിക്കുകയും പോസിറ്റീവ് ആവുകയും അവർ ട്രെയിനബിളുമാണ് എങ്കിൽ മലയാളം മീഡിയത്തിലെ കുട്ടികളെ കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ കഴിയും. ഐ ആം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. എനിക്ക് വളരെ ഉറപ്പുണ്ട് ആ കാര്യത്തിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയുന്നത് നമ്മൾ മുസ്ലിംകള് ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യം പറയുന്ന കൂട്ടത്തിൽ ഒന്ന് ഞാൻ പറയാറുള്ളത് ആവർത്തനമാണ് എന്ന് എനിക്കറിയാം. പക്ഷേ